ബാലലീലകളുടെ സമാരംഭം കുറിക്കപ്പെട്ടു. ആ ബാലലീലാഘോഷത്തിൽ, ഭഗവാന്റെ ജന്മദിനാഘോഷത്തിൽ തന്നെ കംസന്റെ സവിധത്തിൽ നിന്ന് വന്ന പൂതനയുടെ അവസ്ഥ നമ്മൾ കണ്ടു. അജ്ഞാനത്തെ എങ്ങനെയാണോ ഇല്ലാതാക്കേണ്ടത് ജീവിതത്തിൽ എന്ന് കാട്ടിത്തരാൻ പൂതനയെ ഭഗവാൻ വധിച്ചു, നിഗ്രഹിച്ചു, മോക്ഷം നൽകി. തുടർന്ന് വന്ന ജഡത്വവാദമാകുന്ന ഷഡകാസുരനെ നിഗ്രഹിച്ചു. അത് കഴിഞ്ഞിട്ട് കാമവാസനയാകുന്ന ദുർഗുണമാകുന്ന തൃണാവർത്തനെയും ഭഗവാൻ നിഗ്രഹിച്ചു. അത് കഴിഞ്ഞ് തൻ്റെ അമ്മയ്ക്കുണ്ടായ ഭയാശങ്കകളെ അകറ്റാൻ വേണ്ടി മണ്ണ് വാരി തിന്നുന്ന ലീലകളിലൂടെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് എന്ന് കാട്ടിക്കൊടുക്കാൻ ഭഗവാൻ വളരെ കൃത്യമായ ലീലയാടിയത് നമ്മൾ ചർച്ച ചെയ്തു. അത് കഴിഞ്ഞ് ഗർഗാചാര്യനാൽ ഭഗവാന്റെ നാമകരണം, ഭഗവാന്റെ സവിശേഷമാർന്ന ആ ഗുണവിന്യാസത്തെ പ്രകീർത്തിക്കപ്പെടുന്ന ശ്രീകൃഷ്ണൻ എന്ന നാമകരണത്തിലേക്ക് എത്തപ്പെട്ട ചരിതത്തെയും നമ്മൾ ഇന്നലത്തെ ദിവസം നമ്മൾ വളരെ കൃത്യമായി നമ്മൾ ചർച്ച ചെയ്തു. അതിന് ശേഷം വരുന്ന ഭാഗത്തിലേക്കാണ് നമുക്കിനി പ്രവേശിക്കേണ്ടത്. ഇവിടെ ഭഗവാന്റെ ലീലകളിൽ വളരെ പ്രധാനമായ ഒരു ലീലയായി കൽപ്പിക്കപ്പെടുന്നതും ഭഗവാന്റെ ബാലലീലകളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ രസാവഹമായും എന്നാൽ ശരിയായ നിലയിലല്ലാതെ ചില പോറലുകളൊക്കെ ഏൽപ്പിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഒരു ഭഗവാന്റെ ലീലയുണ്ട്. ആ ലീലയാണ് ഭഗവാന്റെ ശരിയായ ലീലയുടെ അർത്ഥം മനസ്സിലാക്കാതെ നമ്മൾ ഭഗവാനെ കള്ള എന്ന് വിളിക്കുന്ന, അപരാധം ചെയ്യുന്ന ഒരു ലീല, അല്ലേ? എന്നാലും നമ്മൾ പറഞ്ഞിരുന്നു, കള്ളനാണെങ്കിൽ കള്ളൻ ഒരിക്കലും ഈശ്വരനാവില്ല, ഈശ്വരനാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, കളവ് ചെയ്യില്ല. പക്ഷെ എന്നാലും നമുക്കിപ്പോഴും ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ എന്താ വിളിക്കുന്നത്? പാടുമ്പോഴും വിളിക്കുമ്പോഴും ഒക്കെ അല്ലേ കള്ള എന്ന് വിളിക്കുന്ന, സ്നേഹത്തോടെ വേണമെങ്കിൽ കള്ള എന്നൊക്കെ വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊച്ചു കള്ള എന്നൊക്കെ വിളിക്കാറുണ്ട്, അതൊക്കെ ആവാം. പക്ഷെ വെണ്ണ കെട്ടു എന്നൊരു വസ്തുവിനെ കൂടി ചേർത്ത് വെച്ച് കൃത്യമായ ഒരു വസ്തുവിനെ, മോഷണം മുതൽ, തൊണ്ടി മുതലെന്ന് പറയാം, അല്ലേ? നമ്മളിന്നത്തെ മോഷണമൊക്കെ പിടിക്കുമ്പോൾ മോട്ടിച്ച വസ്തു ഇന്നതാണെന്ന് പറഞ്ഞാൽ തൊണ്ടി മുതലാണ്. തൊണ്ടി മുതൽ വരെ ചേർത്ത് വെച്ച്, അല്ലേ, സാക്ഷി വിസ്താരം വരെ കൃത്യമാക്കി ഭഗവാനെ കുറ്റവിചാരണ ചെയ്യുന്നതൊക്കെയല്ലേ നമ്മൾ കള്ള എന്ന് വിളിക്കുന്നത്. എന്താ കാരണം? അവിടെ സാക്ഷികളായി മുതൽ നഷ്ടപ്പെട്ടവരുണ്ട്. കൃഷ്ണനാണ് കട്ടതെന്ന് പറയാനുള്ള ഗോപികമാർ എല്ലാവരും ഹാജരാകുന്നുണ്ട്. ഇവിടെ എന്താണ് യഥാർത്ഥത്തിലുള്ള ആ ഭാഗവത തത്വം എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം ഭഗവാന്റെ മഹത്വത്തെ പറയാനല്ലേ യഥാർത്ഥത്തിൽ വ്യാസൻ ഭാഗവതം രചിച്ചത്? ആണോ അല്ലേ? അതോ ഭഗവാനെ ഇകഴ്ത്താനാണോ? നമ്മളൊരു കഥാപാത്രം, ഒരു നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ ഒരു കഥ എഴുതുന്ന ഒരാളാണെന്നൊക്കെ, സാധാരണ കഥ എഴുതുന്ന ഒരാളാണെങ്കിലും ആ നായക കഥാപാത്രം മോട്ടിക്കുന്ന ഒരാളാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് പുകഴ്ത്തലാണോ ഇകഴ്ത്തലാണോ? അത് ഇകഴ്ത്തലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ വ്യാസൻ യഥാർത്ഥത്തിൽ ഭഗവാൻ കൃഷ്ണനെയാണല്ലോ ഇതിൽ ആധാരമാക്കി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ കൃഷ്ണനെ ഒരു മോഷ്ടാവാക്കേണ്ട ആവശ്യമുണ്ടോ വ്യാസന്? അതൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വെക്കുക. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം, മരണാസന്നനാകുന്ന പരീക്ഷത്തിന് വേണ്ടിയിട്ടല്ലേ ഭാഗവതം ശ്രീശുകൻ ഉപദേശിക്കുന്നത്, അല്ലേ? ഭാഗവതത്തിൽ അങ്ങനെയാണല്ലോ കഥ പറയണത്. ഭാഗവതം ഉപദേശിക്കുന്നവർക്ക് വേണ്ടിയാ 7-ാം ദിനത്തിൽ തക്ഷകന്റെ കടിയേറ്റ് മരണപ്പെടും എന്ന് പറയപ്പെടുന്ന ആളിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ പറയപ്പെടുന്ന ആളിനോട് ആരെയാണോ നീ ആശ്രയിക്കേണ്ടത്, ആ ആശ്രയിക്കേണ്ട ആൾ കള്ളനാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പരീക്ഷത്തിന് സദ്ഗതിയാണ് പറഞ്ഞു കൊടുക്കുന്നത് എങ്കിൽ ആശ്രയിക്കേണ്ട ആൾ കള്ളനാണെന്ന് പറഞ്ഞു കൊടുത്താൽ സദ്ഗതി പറഞ്ഞു കൊടുക്കലാണോ? നിങ്ങളടുത്ത് ഒരു ഗുരുനാഥൻ പറയാണ്, നിങ്ങൾക്ക് നല്ല ഗതിക്കുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം, നിങ്ങളുടെ ജീവിതത്തിൽ ആശ്രയിക്കേണ്ടതും മാതൃകയാക്കേണ്ടതും സ്വീകരിക്കേണ്ടതും ഈ നാട്ടിലുള്ള ഇന്ന ആളിനെയാണെന്ന് പറഞ്ഞിട്ട് പറയാണ്, അയാൾ നല്ലൊരു മോഷ്ടാവാ കേട്ടോ, അത് സദ്ഗതിയാവൂ? ഒരിക്കലും ആവില്ല. അപ്പോൾ ഇവിടെ എന്തോ ഒന്നുകിൽ ഭഗവാൻ ചെയ്ത ലീലയിൽ ഒന്നുകിൽ വ്യാസൻ വർണ്ണിച്ചപ്പോൾ വേണ്ടാത്ത രീതിയിൽ വർണ്ണിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ വ്യാസൻ വർണ്ണിച്ചതിൻ്റെ ഉദ്ദേശ തലത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടില്ല എന്ന് വിചാരിക്കാം. എന്തായാലും വ്യാസൻ വേണ്ട രീതിയിൽ അല്ലാതെ വർണ്ണിച്ചു എന്ന് ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം എന്താ? വ്യാസനെ സംബന്ധിച്ചോളം സർവജ്ഞാനിയാണ്. അദ്ദേഹം സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ അവതാരം തന്നെയാണ്. ആര്? വ്യാസൻ. വ്യാസായ വിഷ്ണു രൂപായ, അല്ലേ, വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാശിഷ്ഠായ നമോ നമ എന്ന് പറഞ്ഞിട്ടാണ് വ്യാസനെ നമ്മൾ
പ്രാർത്ഥിക്കുന്നത്. വ്യാസൻ സ്വയം നാരായണേന സ്വയം എന്നാണ്. അതുകൊണ്ടാണ് വ്യാസനെ ലോക ഗുരുസ്ഥാനത്ത് കാണുന്നത്. വ്യാസന്റെ പേരിൽ ഒരു കൃഷ്ണയുണ്ട് ഇല്ലേ? ഉണ്ടോ? വ്യാസന്റെ പേരിൽ ഒരു കൃഷ്ണയുണ്ട്. എന്താ? ഏത് കൃഷ്ണയാ? വേദവ്യാസന്റെ യഥാർത്ഥ പേരെന്താ? കൃഷ്ണദ്വൈപായനൻ. അതിനകത്തുകൊണ്ടൊരു കൃഷ്ണൻ. മനസ്സിലായില്ലേ? സാക്ഷാത് നാരായണൻ തന്നെയാണ്. അപ്പോൾ വ്യാസൻ എന്തായാലും തെറ്റുപറ്റിയിട്ടില്ല എന്ന് നമുക്ക് അനുമാനിക്കണം. പിന്നെ വീണ്ടും വണ്ണം അതിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നതിനാണ് രണ്ടാമത്തെ വിഷയം. അപ്പം നമുക്ക് ആ സമസ്യയ്ക്ക് ഉത്തരം കണ്ടെത്താം. ആദ്യത്തേന് നമുക്ക് സംശയം കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഭാഗവതത്തെ ലോകം അംഗീകരിച്ചിട്ടുള്ളത് വ്യാസകൃതി ശ്രേഷ്ഠമാണ് എന്ന നിലയിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ഉത്തരം എന്താ? നമുക്ക് വേണ്ടും വണ്ണം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. ഇവിടെ ഭഗവാന്റെ വെണ്ണാപകരണം വളരെ പ്രസിദ്ധവുമാണ് അല്ലേ? ഈ വെണ്ണാപകരണത്തിൽ ഭഗവാന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കക്ഷികൾ ആരൊക്കെയാ? ഭഗവാനെ ഈ ആരോപണത്തിൽ പെടുത്തുന്നത് ആരാണ്? ഗോപികമാരാണ്. അപ്പോൾ ആ ഗോപികമാരാകട്ടെ ഭഗവാന്റെ ശത്രുക്കളാണോ മിത്രങ്ങളാണോ? മിത്രവുമാണ്. ഭഗവാനെ ആരാധിക്കുന്ന ഏറ്റവും കൂടുതൽ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യശോദയേക്കാളും അല്ലേ ഭഗവാനെ സ്നേഹിക്കുന്നവരാരാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പേര് പറയാൻ ഗോപികമാരുടെ ആയിരിക്കും. അത്ര കണ്ട് സ്നേഹമാണ് ആർക്കുള്ളത്? ഗോപികമാർക്ക് ഉള്ളത്. അവരുടെ പ്രാണനെ പോലെയാണ് അവർ ഭഗവാനെ സ്നേഹിക്കുന്നത്. അത്രയും സ്നേഹിക്കുന്ന ഭഗവാനെ ഗോപികമാരിങ്ങനെ മോശക്കാരാക്കുമോ? അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യം എന്താ? അതിൻ്റെ ആശയം മനസ്സിലായില്ലേ? ഭാഗവതം കഥകളായി കേൾക്കാൻ വളരെ എളുപ്പമാണ്, സുന്ദരമാണ്. പക്ഷെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കുറേ കൂടി നിഷ്ഠയോടുകൂടി ശ്രദ്ധയോടുകൂടി ഓരോ കാര്യത്തെയും സസൂക്ഷ്മം മനസ്സിലാക്കി എടുത്തുകൊണ്ടിറങ്ങിയാലേ ആ ഭാഗവതം നമുക്ക് ഗുണപ്രദമായി അനുഗുണനമായ തലമായി മാറ്റപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പുറമേ ഉള്ള കഥകളാണ് ശരിയെന്ന് വിചാരിച്ച് നമ്മളെല്ലാം അറിയാം എന്ന ഭാവത്തിലേക്ക് നമ്മൾ എത്തപ്പെടും. അങ്ങനെയല്ല, നമ്മളതിന് ഉള്ളിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലണം. ഇവിടെ ഭഗവാൻ വെണ്ണ അപഹരിച്ചു എന്ന പരാതിയുമായി ഗോപികമാർ ആരുടെ മുന്നിലേക്കാണ് എത്തുന്നത്? യശോദയുടെ മുന്നിലേക്ക്. യശോദയോട് വന്ന് പറയും, യശോദയെ, നിനക്കൊരു മകനുണ്ട് എന്ന് വെച്ച് ഞങ്ങൾക്കൊക്കെ ഇവിടെ ജീവിക്കണം കേട്ടോ. ഒന്നുകിൽ നിന്റെ മകനെ നേരാഞ്ചോ വണ്ണം വളർത്തിക്കോണം, ഇല്ലെങ്കിൽ പിടിച്ച് കെട്ടിയിട്ടോണം. മനസ്സിലായില്ലേ? ഒന്നുകിൽ നിന്റെ മകനെ നീ എന്ത് ചെയ്യണം? നന്നായി വളർത്തിക്കോണം. അവൻ്റെ കുരുത്തക്കേടുകളൊക്കെ ഇല്ലാതാക്കി അവനെ നേരെയാക്കിക്കോണം. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? കെട്ടിയിട്ടോ അടച്ചിട്ടോ വളർത്തിക്കൊള്ളും. നിന്റെ മകനെ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. നമ്മൾ ആലോചിച്ച് ഒരു വലിയ കുറ്റവാളിയെ കുറിച്ച് പറയുന്നത് പോലെയല്ലേ ഈ ഗോപികമാർ വന്ന് പറയണത്? ആണോ അല്ലയോ? ആണ്. ഇവിടെ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് സാധാരണ രീതി മനസ്സിലാവും. ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവർ തമ്മിൽ പിണങ്ങുമ്പോൾ ഏറ്റവും വലിയ ശത്രുവിനെ പോലെ കരുതുന്നത് അല്ലേ? ഏറ്റവും അടുത്ത് സ്നേഹമുള്ളവർ പിണങ്ങിക്കഴിഞ്ഞാലാണ് അവിടെ ഏറ്റവും വലിയ വാശി വരുന്നത്. എന്നോട് ഇങ്ങനെ കാണിക്കാൻ പാടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നത് അല്ലേ? എന്തൊക്കെ അവകാശം പറഞ്ഞവിടെ ഉണ്ടാകും. ഗോപികമാർക്ക് ഭഗവാനൊരു അവകാശമുണ്ട്. ഈ ഭഗവാൻ ഞങ്ങളുടേതാണെന്നൊരു അവകാശമുണ്ട്. ഈ അവകാശം അവർക്ക് ദേഷ്യമായി പരിണമിക്കും. അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളത് ഉണ്ടെങ്കിൽ ആ ഇഷ്ടമുള്ളവരിൽ നിന്ന് അനിഷ്ടമായ എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ദേഷ്യമായി മാറും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറഞ്ഞത് അമിതമായി ഒന്നിനോടും സ്നേഹം വെക്കുക, അപ്പോൾ പിന്നെ ഒന്നിനോടും ദേഷ്യപ്പെടേണ്ടി വരില്ല. മനസ്സിലായി? ഏറ്റവും കൂടുതൽ സ്നേഹിച്ചാലാണ് ഏറ്റവും കൂടുതൽ ദുഃഖിക്കേണ്ടി. സ്നേഹം വേണ്ടെന്നല്ല, ആ സ്നേഹത്തിനെ നമ്മളൊരു ലിമിറ്റിൽ കൊണ്ടുപോകാം. ആരോടാണെങ്കിൽ അമിതമായി നമ്മളങ്ങ് സ്നേഹിച്ചാൽ, അമിതമായി നമ്മളങ്ങ് വിശ്വസിച്ചാൽ, മനസ്സിലായില്ലേ, അവിടെയൊക്കെ നമ്മൾക്ക് വീഴ്ചകൾ സംഭവിക്കും. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. അതാണ് ഭഗവാൻ തൻ്റെ ജീവിതത്തിൽ കാണിച്ചു തരുന്നത്. എല്ലാവരോടും ഭഗവാൻ അടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അടുത്തിട്ടുണ്ട്. എന്നാൽ എല്ലാവരിൽ നിന്നും ഭഗവാൻ അകന്നു നിൽക്കാറുണ്ട് അല്ലേ? ഒരാളിൻ്റെ പ്രവൃത്തിയും ഭഗവാനെ ദുഃഖിപ്പിച്ചിട്ടില്ല. സർവ്വസമയത്തും ആനന്ദത്തിലായിരുന്നു ആര്? ഭഗവാന്റെ ലീലകളെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടെ ഈ ഗോപികമാർ വന്ന് ഇപ്രകാരം പറയുമ്പോൾ യശോദയുടെ അവസ്ഥ എന്തായിരിക്കും? സന്തോഷമായിരിക്കുമോ? സ്വന്തം മോനെക്കുറിച്ച് മറ്റുള്ളവർ വന്ന് ഇങ്ങനെ ഒരു ആരോപണം പറഞ്ഞാൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. അത് യശോദയുടെ ഒരു വിഷമം. മറ്റുള്ളവർ പരാതി പറയും. ഇനി അതിനേക്കാളും വലിയ വിഷമം യശോദയ്ക്ക് എന്താണെന്ന് ചോദിച്ചാൽ
ഏറ്റവും കൂടുതൽ വെണ്ണയുള്ളത് യശോദയുടെ ഗൃഹത്തിലാണ്. കാരണം ഏറ്റവും കൂടുതൽ പശുക്കളുള്ളത് വൃന്ദാവനവാസികളിൽ ആരുടെ വീട്ടിലാണ്? ഗോകുലവാസികളിൽ യശോദയാണ്. യശോദ നല്ല ഒന്നാന്തരം ബിസിനസ്സുകാരിയാണ്, കുടിൽ വ്യവസായ സംരംഭകയാണ്. മനസ്സിലായില്ലേ? വനിതാ തൊഴിൽ സംരംഭകയാണ് ആര്? യശോദ. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലായി. അല്ലാതെ ഇപ്പോൾ ചിലരൊക്കെ പറയുന്നത്, ഇപ്പോഴത്തെ സർക്കാർ പറയുന്നത് ഞങ്ങളാണ് വനിതകളെ ശാക്തീകരിച്ചത്, ഞങ്ങളാണ് വനിതകളെ തൊഴിൽ ചെയ്യാൻ പഠിപ്പിച്ചത്, ഞങ്ങളാണ് വനിതകളെ ഉദ്ധരിച്ചതെന്നൊക്കെ പറയുന്നത് നമ്മളെ പറ്റിക്കാനും ചില കാര്യത്തിലൊക്കെ കൊണ്ട് പെടുത്താനും ചില അവകാശവാദത്തിൽ ഞങ്ങൾ കേമന്മാരാണെന്ന് കാണിക്കാനുമാണ്. അതൊന്നുമല്ല. ഭാരതത്തിൽ പണ്ട് കാലത്ത് തന്നെ വളരെ വിജ്ഞാനികളായ സ്ത്രീകളുണ്ടായിരുന്നു. അറിവിൻ്റെ കാര്യത്ത് വളരെ ശ്രേഷ്ഠമായ ഗാർഗിയെയും മൈത്രേയിയെയും പോലെയുള്ള സ്ത്രീകൾ വേദജ്ഞാന ചർച്ചകൾ നടത്തിയിരുന്ന നാടായിരുന്നു ഭാരതം. മനസ്സിലാവുന്നുണ്ടോ? അറിവിൻ്റെ കാര്യത്തിലും മറ്റു പല സംരംഭങ്ങളിലും പല മേഖലകളിലും വളരെ ഉന്നതമായ തലത്തിലെത്തപ്പെട്ട സ്ത്രീ. അതിൻ്റെ ഒരു ഉദാഹരണമാണ് യശോദ. വളരെ കൃത്യമായി കാർഷികമായ തൊഴിൽ രംഗത്ത് നല്ല ഒന്നാന്തരമായി പശു പരിപാലനം നടത്തി, ഏറ്റവും കൂടുതൽ ഗോക്കളെ വളർത്തി, അതിൻ്റെ പാലിൻ്റെ ഉൽപ്പന്നങ്ങളെടുത്ത് അത് കച്ചവടം ചെയ്യുന്ന ആളായിരുന്നു ആര്? യശോദ. അപ്പോൾ യശോദയുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്? വെണ്ണ ഉള്ളത്. അങ്ങനെ അത്രയും വെണ്ണ വീട്ടിലുള്ള സ്ഥലത്ത് ആ വെണ്ണയും കൊണ്ട് കൃഷ്ണ നീ അല്പം കഴിക്കട എന്ന് പറഞ്ഞ് യശോദ കൊണ്ടു നിർന്നാൽ ഒരിറ്റു പോലും കഴിക്കാതെ പോകുന്ന ആളാണ് ആര്? കൃഷ്ണൻ. അങ്ങനെയുള്ള കൃഷ്ണൻ തൻ്റെ വീട്ടിൽ ആവശ്യത്തിലധികം ഉണ്ടായിട്ടും കഴിക്കാത്തവൻ വേറൊരു വീട്ടിൽ പോയി മോട്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ പറ്റുമോ? നമ്മളെ വീട്ടിൽ ഇല്ലാത്തൊരു സാധനം ചിലപ്പോൾ അയലത്തെ വീട്ടിൽ നിന്ന് ഒരെണ്ണം എടുത്തു എന്ന് പറഞ്ഞാൽ അല്ലേ? ശരിയല്ലേ? അപ്പം നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഉദാഹരണം പറയാം. ഇപ്പം നമ്മളെ നല്ല മാമ്പഴം ഒക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു കാലമാണ് അല്ലേ? ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു സീസൺ. ഒരു മാവും ഇല്ലാത്ത വീട്ടിലെ ഒരു കുട്ടി അയലത്തെ വീട്ടിലെ മാങ്ങ പഴുത്ത് നിൽക്കുമ്പോൾ ഒരു കമ്പെടുത്ത് എറിഞ്ഞാൽ അത് അത്ര വലിയ കുറ്റമൊന്നുമല്ല. ശരിയല്ലേ? എറിയണമെന്നല്ല, ഞാൻ പ്രോത്സാഹിപ്പിക്കുകയല്ല. കാരണം എന്താ? അവൻ്റെ വീട്ടിൽ മാവില്ല, അവനൊരു മാങ്ങ പോലും കഴിക്കാനില്ലെങ്കിൽ ചിലപ്പോൾ ഒരു മോഹം കൊണ്ട് ചിലപ്പോൾ ഒരു കുട്ടി ഇതൊക്കെ ചെയ്തെന്ന് വരാം. മനസ്സിലായില്ലേ? ഇനി വീടിൻ്റെ തൊടിയിലും മുറ്റത്തും ഒക്കെ നിറയെ മാമ്പഴമുണ്ട്, അവിടെ അടർന്നു വീണത് പോലെ എടുക്കാത്തവൻ അയലത്തെ വീട്ടിലെ മാവിൽ പോയി കല്ലെറിയുന്നുണ്ടെങ്കിൽ അത് അഹങ്കാരമില്ലയോ? ആണോ അല്ലയോ? പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെയാണ് ഇവിടെ യശോദയ്ക്ക് ദേഷ്യം വർദ്ധിക്കുന്നത്. അപ്പോൾ യശോദയ്ക്ക് ഇത്തരം ദേഷ്യം വർദ്ധിച്ചാൽ ഇവരിങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും, യശോദ നിന്റെ മകനെ കൊണ്ട് ബുദ്ധിമുട്ടാണ്, അവൻ ഇന്നലെ എൻ്റെ വീട്ടിൽ കയറി, ഇന്നതാ ഇവളെ വീട്ടിൽ കയറി, മെനഞ്ഞാന്ന് മറ്റവളെ വീട്ടിൽ കയറി, നാളെ ഇനി ആരെ വീട്ടിൽ കയറുമെന്ന് അറിയാൻ വയ്യ, ഞങ്ങൾക്കൊക്കെ ഈ വെണ്ണ എടുക്കുന്നത് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഈ പശുവിനെ വളർത്തുന്നത്, നിന്റെ മകൻ ഇതൊന്നും യാതൊരു കാര്യം അറിയാതെയാണോ വളർന്ന്, ഒന്നുകിൽ നീ പറഞ്ഞു കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ വീട്ടിൽ വെണ്ണ ഉണ്ടായിട്ട് അത് നീ വിറ്റ് കാശ് മേടിക്കുകയും ഞങ്ങളെ വീട്ടിലെ വെണ്ണ മുഴുവൻ നീ ഇല്ലാതാക്കുകയും ചെയ്യുന്ന നീ മനഃപൂർവ്വം നിന്റെ കൊച്ചിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെയുള്ള ആരോപണം ശക്തമായി ഇങ്ങനെ കയറി വരും. അപ്പോൾ ഇവരുടെ ആരോപണം പറച്ചിലും ഇവരുടെ ഈ പരാതി പറച്ചിലിന് രക്ഷ നേടാനും ഈ പരാതി പറഞ്ഞു വന്നവരുടെ മുന്നിൽ കുറ്റക്കാരനാളിനെ പിടിക്കാനും ആര് ചെയ്യും? ശ്രമിക്കും. യശോദ ശ്രമിക്കും. അതിന് യശോദയുടെ മുമ്പിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താ? കൃഷ്ണനെ പിടിക്കുക, അവരെ മുമ്പിൽ വെച്ച് തന്നെ ശിക്ഷിക്കുക. മനസ്സിലായില്ലേ? താനല്ല ഇത് ചെയ്യിപ്പിക്കുന്നത്, ഞാൻ പരമാവധി അവനെ ശിക്ഷിക്കാറുണ്ട് എന്നൊക്കെ കാട്ടിക്കൊടുക്കണമല്ലോ. യശോദ എന്ത് ചെയ്യും? ഉടനെ പിടിച്ചു കൊണ്ടുവന്ന് നിർത്തി നല്ല ഒന്നാന്തരമായിട്ട് ചെവിക്കൊക്കെ പിടിച്ച് അങ്ങോട്ട് നിർത്തിയിട്ട് ഇവർ പറയുന്ന പരാതി കേട്ടുകൊണ്ട് യശോദ പൊതിരെ തല്ലാൻ തുടങ്ങും. ഈ തല്ലുമെല്ലാം കിട്ടുന്നതിനിടയിൽ കൂടെ ഭഗവാൻ വിളിച്ചു പറയും, അമ്മേ കൃഷ്ണൻ കട്ടിട്ടില്ല. ഇവരന്നേരം പറയാം, അല്ലല്ല ഇവൻ കള്ളം പറയുകയാണ്. അപ്പോൾ ഉടനെ യശോദ പറയും, ഞാൻ കള്ളം പറയല്ല, ഇവരാണ് കള്ളം പറയുന്നത്. മനസ്സിലായില്ലേ? വാദിയെ പ്രതിയാക്കും. അത് കഴിഞ്ഞ് പറയുന്നതോ, ഞാനല്ല അമ്മയെ കട്ടത്, അമ്മയോട് ഇവർക്ക് എന്തോ ദേഷ്യമുണ്ട്, അതുകൊണ്ട് അമ്മയ്ക്കെതിരെയുള്ള ദേഷ്യം എൻ്റെ പേരിൽ ചുമ്മാതെ കുറ്റം പറഞ്ഞ് അമ്മയെ മോശക്കാരിയാക്കാനാണ് ഇവളുമാരെല്ലാം കൂടെ വന്ന് ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ്, മനസ്സിലായില്ലേ? വന്നവളുമാരെ മുഴുവൻ കുറ്റക്കാരാക്കി അങ്ങ് മാറ്റും. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ഇവരുടെ മകനാണ് അമ്മയെ കള്ളൻ. മനസ്സിലായില്ലേ? ഇവിടെ യശോദയ്ക്ക് സ്വന്തം മകൻ കള്ളനാണെന്ന് പറഞ്ഞപ്പോൾ ഉള്ളിലുണ്ടായ അതേ വേദന തിരിച്ചാർക്ക് കൊടുക്കും? വന്നവർക്ക് കൊടുക്കും. മനസ്സിലായില്ലേ? ഇവരുടെ മകനാണ് കള്ളൻ, ഇവരുടെ മകനാണ് കള്ളനെന്നറിയാം ഇവർക്ക്. എന്നിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട് അമ്മയുടെ മകനെ കള്ളനാക്കാൻ വന്ന ഇവള് പെരുങ്കള്ളിയാണ്. മകൻ കള്ളനുമാണ്, അമ്മ പെരുങ്കള്ളി. എന്താ കാരണം? മകൻ കട്ടു എന്നറിയാവുന്നത് മറച്ചു വെച്ചുകൊണ്ട് വേറൊരാളിനെ പോയി കള്ളനാക്കുന്നുണ്ട്, അത് കള്ളത്തരമല്ലേ? അതുകൊണ്ട് പെരുങ്കള്ളിയാണ്. ഇങ്ങനെയുള്ള വാദം ആര് പറയും? ഭഗവാനും ഇവിടെ പറയും. ഇതൊക്കെ കേട്ടാൽ യശോദയുടെ അടി നിർത്തത്തില്ല.
യശോദ അടി കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അവസാനം പരാതിയുമായി വന്നവർ പിന്നെ യശോദയോട് അടുത്ത പരാതിയാവും. എന്താ പരാതി? യശോദേ, ഈ ഒരു കൊച്ചിനെ നീ ഇങ്ങനെ കിട്ട് അടിക്കുന്നത് ശരിയാണോടി എന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? ഇവൻ തെറ്റ് ചെയ്ത് ഞങ്ങളത് വന്ന് പറഞ്ഞു. അത് ഞങ്ങൾ വന്ന് പറയുന്നതിൻ്റെ പേരിൽ ഇത്രയും ഈ കുഞ്ഞിനെ വിട്ടിട്ട് അടിക്കുന്നത് കാരണം എന്താ? ഈ കൃഷ്ണൻ അടി കിട്ടി അങ്ങോട്ട് വരുന്ന കാണുമ്പം ഗോപികമാരുടെ ഹൃദയത്തിനാണ് വേദന. കാരണം അവർ അത്ര കണ്ട് ആരെ സ്നേഹിക്കുന്നുണ്ട്? ഭഗവാനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ പരാതി കുറ്റക്കാരി ആരായി മാറി? യശോദയായി. അപ്പൊ ഇവിടെ ആരോട് എന്തൊക്കെ കുറ്റം ചെയ്യുന്നു ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാതെ കുഴഞ്ഞു പറഞ്ഞൊരു അവസ്ഥയിലേക്ക് എത്തും. എന്ത് കേൾക്കുമ്പോൾ യശോദ പറയാം, നിങ്ങളിങ്ങനെ പറ, ഞാൻ ശിക്ഷിക്കുമ്പോൾ നിങ്ങളിത് പറയും, അതുകൊണ്ടാണ് ഇവനെ 7 തരം എന്ന് പറഞ്ഞ് യശോദ വടിയും കളഞ്ഞ് കൃഷ്ണനെ കളഞ്ഞിട്ട് യശോദയുടെ പാട്ടിന് പോകും. ഗോപികമാരെല്ലാവരും കൂടി കൃഷ്ണൻ എടുത്ത് നിന്ന് പോട്ടെന്നൊക്കെ പറഞ്ഞ് തടവി കൊടുത്തിട്ട്, മനസ്സിലായില്ലേ, അടി കൊള്ളിപ്പിച്ചതും അവര്, തടവി കൊടുക്കുന്നതും അവര്. ഇതെല്ലാം കഴിഞ്ഞ് അവരും പോകും. ഭഗവാനാവട്ടെ ഇതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല, ഈ കിട്ടിയതല്ലെന്നും വലിയ കുഴപ്പമൊന്നുമില്ല, ചെണ്ടയ്ക്കകത്ത് താളം പിടിച്ചതുപോലെ ഉള്ളൂ എന്നും പറഞ്ഞ് ഭഗവാനും ഇങ്ങനെ മുന്നോട്ട് പോകും. ഇവിടെ ഭഗവാന്റെ കുസൃതിക്കൊന്നും ഒരു കുഴപ്പമില്ല. എന്താ കാരണം? രാമാവതാര കാലത്ത് ഒരിക്കൽ പോലും തൻ്റെ മാതാപിതാക്കൾ രാമനെ ഒന്ന് നുള്ളിപ്പോലും നോവിക്കാനുള്ള അവസരം ആര് കൊടുത്തിട്ടില്ല? രാമൻ കൊടുത്തില്ല. അത്ര അച്ചടക്കത്തോടുകൂടി മര്യാദാ പുരുഷോത്തമനായിരുന്നു ആര്? രാമൻ എന്ന അവസ്ഥയിൽ ഭഗവാൻ. ആ സമയത്ത് തന്നെ ഭഗവാന് തോന്നി, മാതാപിതാക്കളുടെ സ്നേഹം നുകരണമെങ്കിൽ എപ്പോഴും അങ്ങ് സ്നേഹത്തോടു കൂടി ഇരുന്നാൽ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് എന്ത് വേണം? 2 അടിയും ചവിട്ടും ഒക്കെ കിട്ടണം, 2 നുള്ളും 2 അടിയൊക്കെ കിട്ടണം. കാരണം എന്താ? ഈ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, വിശേഷിച്ച് അമ്മമാർക്ക് സ്നേഹം കുഞ്ഞിനോട് കൂടുതൽ കൂടുന്നത് എപ്പോഴാണെന്നറിയാവോ? എപ്പോഴാ? 2 അടി കൊടുത്ത് പിണങ്ങി ഇരുന്ന് കഴിയുമ്പോൾ ചെന്നിട്ട് വീണ്ടും സോപ്പിടാൻ ചെല്ലുമ്പോഴാണ്. അപ്പോഴാണ് കൂടുതൽ സ്നേഹം കൂടുന്നത്. എന്നിട്ട് പറയും, മോനെ നീ അങ്ങനെ ചെയ്തോണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു, എൻ്റെ മോൻ അങ്ങനെ കാണിക്കാൻ പാടില്ല, ഇതൊക്കെ കാണിച്ചിട്ട് എന്ത് ചെയ്യും? ആ സമയത്ത് പിണക്കം തീർക്കാൻ വേണ്ടി നല്ല സ്നേഹം പങ്കുവെക്കുകയും ചെയ്യും. ചില അമ്മമാരൊക്കെ ആണെങ്കിൽ നല്ല മധുരപലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് സോപ്പിട്ട് കയ്യിലടിക്കുകയും ചെയ്യും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഒരർത്ഥത്തിൽ ഈ അമ്മമാരുടെ പിണക്കൊരു ഇഷ്ടമാണ്. ഇവിടെ ഭഗവാനും ആഗ്രഹിച്ചത് ഈ രാമാവതാരത്തെ കാലഘട്ടത്തെ കണക്ക് വേണ്ട, അല്പം തല്ലും ഒക്കെ കെട്ടി തന്നെ വളരണം എന്നൊരു ലീലയിൽ ഭഗവാന്റെ ചിന്തയിൽ നമുക്ക് കാണാൻ സാധിക്കും. ശരി, ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ ആയി ഇതാണ് ഈ വെണ്ണാപഹരണം എന്ന നിലയിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വിഷയം. ഇനി നമുക്കിവിടെ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യാം. എന്താ ഇതിൻ്റെ യാഥാർത്ഥ്യത്തെ നമുക്കൊന്ന് ചിന്തിക്കാം. ഇപ്പം ഇവിടെ വാദികളായി വന്നവരാരാ? ഗോപികമാരാണ് അല്ലേ? കുറ്റം ആരോപിച്ചു വന്നത് ഗോപികമാരാണ്. ആരോപിതനായ ആളാരാ? ഭഗവാനാണ്. ഇവിടെ ഇതിനെ രണ്ടിനെ നടുക്ക് നിന്നുകൊണ്ട് നിന്ന ആരാ? യശോദയാണ്. ഇപ്പം നമ്മളും അതിനിടയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ് ധാരാളം. ഇനി ഈ ഓരോ ഭാഗത്തെ വാദങ്ങളെ നമുക്കൊന്ന് എടുത്ത് കൃത്യമാക്കി നോക്കാം. എന്തായാലും ഇതിനൊരു അവസാന ജഡ്ജിമെന്റിൽ വരണമല്ലോ. മോഷ്ടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അന്തിമ തീർപ്പ് കൽപ്പിക്കണമല്ലോ. അപ്പം നമുക്കും കൂടെ ചേർന്നുകൊണ്ട് ഇത് തീർപ്പ് കൽപ്പിക്കാൻ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ഇതുവരെയുള്ള ഭാഗവത ചിന്തയുടെ സാരാംശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കാം. മനസ്സിലായില്ലേ? ഇവിടെ ഗോപികമാര് വന്ന് പറയുന്നു, ഭഗവാൻ വെണ്ണ അപഹരിച്ചിട്ടുണ്ട്, ഇല്ലേ? എടുത്തിട്ടുണ്ട്. ഈ വെണ്ണ അപഹരണത്തിൽ ഭഗവാൻ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താന്ന് ചോദിച്ചാല്, വെണ്ണ മാത്രം എടുത്തിട്ടങ്ങ് പോവുകയല്ല ചെയ്യാം. ഈ വെണ്ണ എടുത്തു കഴിഞ്ഞാൽ ഈ വെണ്ണ ഇരുന്ന കലം അടിച്ചു പൊട്ടിച്ചിട്ടേ പോകുള്ളൂ. അതൊരു പ്രത്യേകതരം സ്വഭാവമാണ്. മനസ്സിലായില്ലേ? ഗോപികമാരുടെ ദേഷ്യം അങ്ങനെയും കൂടാണ്. വെണ്ണ മാത്രം എടുക്കലല്ല, പിന്നെയോ വെണ്ണ ഇരുന്ന കലം എന്ത് ചെയ്യും? അടിച്ച് താറാവിഷമൊക്കെ ആക്കി പൊട്ടിച്ച് ഒരു പരുവാക്കിയിട്ടിട്ട് തകർത്തിട്ടേ പോകത്തുള്ളൂ. ഇങ്ങനെ ഒരു രീതി കൂടെ. ഇപ്പം ഗോപികമാർ വന്നു, അവർ പറയുന്നത് ഞങ്ങളെ വീട്ടിൽ വന്നു വെണ്ണ എടുത്തിട്ടുണ്ട്, അത് അവർ കൃത്യമായിട്ട് പറഞ്ഞു. ഇവർ പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്. മനസ്സിലായില്ലേ? അവരെ വീട്ടിൽ ചെന്നിട്ടുണ്ട്, വെണ്ണ എടുത്തിട്ടുണ്ട്. വെണ്ണ എടുത്തതിന് ശേഷം കൃഷ്ണൻ വന്നതിന് ഏറ്റവും വലിയ തെളിവാണ് കലം അടിച്ചു പൊട്ടിക്കുക എന്ന് പറയുന്ന ശീലം. ഈ ചില മോഷ്ടാക്കൾക്ക് എന്ന് പറയുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ നമ്മൾ? പോലീസ് അവരെ പിടിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? അവർ മോഷ്ടിച്ചു കഴിഞ്ഞാൽ അവർ ചില പ്രത്യേക ശൈലി ആ വീട്ടിൽ കാണിക്കും. നമ്മൾ ഇന്നത്തെ കാലത്തും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അവരുടെ ഒരു സ്വഭാവം, ചിലർ മോഷണത്തിന് കയറി കഴിഞ്ഞാൽ മോഷണം കഴിഞ്ഞാൽ അടുക്കളയിൽ കയറി ചോറുണ്ടട്ടെ കൊടുക്കും. അപ്പം ചോറുണ്ടിട്ട് പോകുന്ന കള്ളൻ ആരാന്ന് പോലീസ് തിരക്കുമ്പോൾ 10 പേർക്ക് ഈ സ്വഭാവം ഉണ്ട്. ആ 10 പേരെ ആയിരിക്കും പിന്നെ അവർ പിന്തുടരുന്നത്. ചില ആൾക്കാർ കുളി കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. മനസ്സിലായില്ലേ? ചില ആൾക്കാർ മദ്യം കൊണ്ടുവച്ച് അവിടെ നിന്ന് അടിച്ചിട്ടേ പോകത്തുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള ചില രീതിയുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു പത്രത്തിൽ വന്ന ഒരു കള്ളനെ പിടിച്ചതിനകത്ത് ഇത് പറഞ്ഞിട്ട് അയാളുടെ സ്ഥിരം പരിപാടി എവിടെ കക്കാൻ പോലും മുട്ടയും പിടിച്ചോണ്ടാവുന്നു, പുളിസി അടിച്ച് വെച്ചിട്ടേ പോകത്തുള്ളൂ.
അപ്പോൾ അത് തെളിവാണ് അങ്ങനെ ആളുടെ ലക്ഷണത്തെ പിടിക്കാൻ. ചിലർ വാതിൽ തുറന്നു കിടന്നാൽ അതിലേ കയറത്തില്ല, മനസ്സിലായില്ലേ? വീടിൻ്റെ പുറകിലൂടെ ജനലെ വലിച്ചിളക്കി കയറത്ത്. ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളുണ്ട്, മാറ്റവും ഇല്ലാത്ത. ഇത് വെച്ചിട്ടാണ് ഇവിടെ അത് ഇതുപോലെയാണ് കൃഷ്ണനെ കലം പൊട്ടിച്ചത് വെച്ചിട്ടൊക്കെയാണ്. അപ്പം ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഗോപികമാർ പറഞ്ഞ വാദം നമ്മൾ കേട്ടു. ഇനി ഭഗവാൻ പറഞ്ഞ വാദത്തെ നമുക്കൊന്ന് എടുക്കാം. ഭഗവാൻ എന്താ പറഞ്ഞത്? അമ്മയെ കൃഷ്ണൻ കട്ടിട്ടില്ല, അമ്മയുടെ മകൻ കക്കു. അമ്മയൊന്ന് പൊക്കി, അമ്മയുടെ മകൻ കക്കു. എന്നെ കാരണം എന്താ? അമ്മ എന്നെ നല്ലത് മാത്രമല്ലേ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പം നല്ലത് പഠിപ്പിച്ച അമ്മയുടെ മകൻ കക്കില്ല എന്ന് അമ്മയ്ക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തു, സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്? അത് കഴിഞ്ഞിട്ട് പറയും തിരിച്ച് ആരോപണം നടത്തിയില്ലേ, ഇവരുടെ മകനാണ് കള്ളൻ. മനസ്സിലായില്ലേ? തിരിച്ചൊരാരോപണം ഉന്നയിച്ചു, ഇവരുടെ മകനാണ് കള്ളൻ. അത് കഴിഞ്ഞിട്ടോ ആ ആരോപണത്തെ ഒന്നുകൂടി ബലപ്പെടുത്തി, ഇവരുടെ മകനാണ് കള്ളനെന്ന് ഉത്തമ ബോധ്യം ഇവർക്കുണ്ട്. മനസ്സിലായില്ലേ? എന്നിട്ട് അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇവർ വന്ന് അമ്മയുടെ മോനെ കള്ളനാക്കുന്നത്. അപ്പം ഈ വന്ന് പറഞ്ഞവരാരായി? കള്ളസാക്ഷിയായി. അതിൻ്റെ ആശയം മനസ്സിലായില്ലേ? അപ്പോൾ അവരെ മോനെ കള്ളനുമാക്കി, വന്ന് പറഞ്ഞവരെ കള്ളസാക്ഷിയാക്കി, അവരെ പ്രതിനിധിപ്പെടുത്തി. അപ്പം മകനെയും പെടുത്തി, വന്ന അമ്മയും പെടുത്തി. അവരിങ്ങോട്ട് വന്നത് മകനെ മാത്രം പെടുത്തി കേട്ടാ. കൃഷ്ണൻ തിരിച്ചോ അമ്മയും മകനെയും കൂടെ അങ്ങ് പെടുത്തി. പിന്നെയോ കൂട്ടിന് സാക്ഷി പറയാൻ വേറെ കുറെ ഗോപികമാരും വരും. മനസ്സിലായില്ലേ? അവരൊക്കെ മുൻകാല അനുഭവം ഉള്ളവരാ. അവരെയും കൂടി എന്ത് ചെയ്യും? കള്ളസാക്ഷികളിൽ പെടുത്തും. ഇവരൊരു കൃഷ്ണനെ ലക്ഷ്യമാക്കി, കൃഷ്ണൻ ഇവരെ വന്നവരെ മുഴുവൻ ലക്ഷ്യമാക്കി. ഇനി ഭഗവാൻ പറഞ്ഞ വാക്കും ഗോപികമാരുടെ വാക്കും നമ്മുടെ മുന്നിലുണ്ട് അല്ലേ? ഇതിൽ ആരുടെ വാക്ക് നമുക്കെടുക്കാം? ഗോപികമാരുടെ വാക്കെടുക്കണോ ഭഗവാന്റെ വാക്കെടുക്കണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എന്താ? ഭഗവാന്റെ വാക്കെടുക്കണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത്രയും നാളും എന്നെ കള്ളാന്ന് വിളിച്ചെന്തിനാ? ഇപ്പം മറുപടി പറഞ്ഞ എത്ര പിടിക്കും ഇപ്പം ഞാൻ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിളിച്ചിട്ടില്ലാത്തവരുണ്ടോ? വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എത്തോടണം? റെഡിയാണോ? ശരി, നമുക്ക് ഭഗവാന്റെ വാക്കിനെ എടുക്കാം. ഭഗവാൻ പറയുന്നു അമ്മയെ ഞാൻ കണ്ടിട്ടില്ല, അമ്മയുടെ മകൻ കള്ളനാണ്. ആ വാക്കിനെ നമുക്കൊന്ന് പിന്തുടർന്ന് നോക്കാം. ഭഗവാൻ പറയുന്നതിൻ്റെ തത്വം എന്താണെന്ന് ഇവിടെ മുമ്പേ സൂചിപ്പിച്ചു. ഗോപികമാർക്ക് എല്ലാവർക്കും ഭഗവാനോട് ഇഷ്ടമാണ് അല്ലേ? ഈ ഭഗവാൻ തങ്ങളുടെ അടുത്തേക്കൊന്ന് വരണം, തങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ഗോപികയും ഇല്ല. പക്ഷേ ഭഗവാനെ അടുത്ത് കിട്ടാനും സ്വന്തം വീടുകളിലേക്കൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവിടേക്കൊന്ന് വരാനും അത് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ദുർലഭമാണ്. ഗോപികമാർ ഭഗവാനെ പിടിക്കാൻ നടക്കുക, ഭഗവാൻ ഗോപികമാരെ കൂടെ നടക്കുകയല്ല. ഗോപികമാരെല്ലാവരും ഭഗവാനെ കൂടെ നടക്കാൻ വേണ്ടി അങ്ങോട്ട് ഇല്ല ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഭഗവാൻ വിശിഷ്യ ഒരു ഗോപികയെ തേടി ഇങ്ങോട്ട് വരാറില്ല. ഏതെങ്കിലും പൂവിലിരിക്കുന്ന തേനീച്ചയെ തേടി അങ്ങോട്ട് ചെല്ലാറുണ്ടോ? ഉണ്ടോ? എന്താ സംഭവിക്കുന്നത്? തേനീച്ച തേൻ തേടി അങ്ങോട്ടാ ചെല്ലുന്നില്ലേ? പൂവിലേക്ക് ചെല്ലുന്നത്. ഇതുപോലെയാണ് ഗോപികമാർ. അവർക്ക് ആനന്ദത്തെ നുകരാൻ അവർ ഭഗവാന്റെ സമീപത്തേക്കാണ് ചെല്ലുന്നത്. ഈ ഗോപികമാർ എല്ലാവരും നേരം വെളുത്താൽ, അതായത് പുറമേ ഉള്ള ബോധത്തിലേക്ക് വന്നാൽ ആ നിമിഷം ഇവരുടെ മനസ്സിൽ പിന്നെ ഇവരുടെ ചിന്ത മുഴുവൻ ആരെക്കുറിച്ചാ? കൃഷ്ണനെ കുറിച്ച്. രാവിലെ എഴുന്നേറ്റാൽ തന്നെ ആദ്യമേ നോക്കും കൃഷ്ണൻ പുറത്തിറങ്ങിയോ. കാരണം ആ മുഖം ഒന്ന് കാണാനെങ്കിലും ആഗ്രഹമുണ്ട്. രാവിലെ കൃഷ്ണന്റെ രീതി എന്താ? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകലാണ്. കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ, കളിക്കുന്ന സ്ഥലമാണല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. എവിടെയാ? അവരുടെ കൂട്ടുകാരും സുഹൃത്തുക്കളുമാണ് അവരുടെ അല്ലേ സ്വർഗരാജ്യം എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളുടെ അങ്ങനെയുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് പല വീട്ടിലും എത്ര അച്ഛനും അമ്മമാർ വഴക്ക് പറഞ്ഞാൽ അവരോടെ പോകും, കളിക്കാൻ പോകും, കൂട്ടുകാരോടൊപ്പം. കാരണം അവർക്ക് അതൊരു ആനന്ദത്തിന്റെ അവസ്ഥയാണ്, അത് തടയാൻ പാടില്ല. അപ്പോൾ പോകുന്ന സ്ഥലം നല്ല കൂട്ടുകാരാണോ അല്ലേ എന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് നല്ല കൂട്ടുകാരോട് സഹകരിക്കാൻ പ്രേരിപ്പിക്കണം, അത്രയേ ഉള്ളൂ. ഒരിക്കലും കളിക്കുന്ന പ്രായങ്ങളെയും കളികളെയൊന്നും തടയേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ കൃഷ്ണൻ ഇങ്ങനെ പുറത്തോട്ടിറങ്ങുമ്പോൾ ഗോപികമാര് ഈ കൃഷ്ണൻ വീടുകളിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ വരണമെന്ന് എല്ലാ ഗോപികമാർക്കും ആഗ്രഹമുണ്ട്. മനസ്സിലായില്ലേ? കൃഷ്ണന്റെ ആ പാദം ആ വീട്ടിലേക്ക് വന്നാൽ ആ വീടിന് ഐശ്വര്യമാണ് എന്നൊരു സങ്കല്പമാണ് ആർക്കുള്ളത്? ഗോപികമാർക്ക് ഉള്ളത്. നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോഴും അങ്ങനെയുള്ള ചില ആചാരങ്ങളില്ലേ? ചില സ്ഥലങ്ങളിൽ 1-ാം തീയതി കയറുക എന്ന് പറയുന്ന സമ്പ്രദായത്തില്ലേ? ചിലത് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യം, അങ്ങനെയൊക്കെയുള്ള സങ്കല്പമുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസം അത് ഐശ്വര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അതെന്തോ ആയിക്കോട്ടെ,
അത് ആ വീട്ടിൽ താമസിക്കുന്നവരുടെ ഭാഗ്യമാവാം, നിർഭാഗ്യമാവാം, അതൊക്കെ ആവാം. പക്ഷേ ഗോപികമാർക്ക് ഇങ്ങനെയൊരു ആഗ്രഹമുണ്ട്. എന്നാൽ മോനെ കൃഷ്ണൻ നീ ഇന്ന് വീട്ടിലോട്ടൊന്ന് വരണേന്ന് പറഞ്ഞ് വിളിച്ചാൽ വരില്ല, ഇങ്ങോട്ട് വാന്ന് വിളിച്ചാൽ അങ്ങോട്ടേ പോകുള്ളൂ. ആ ഒരു ഭാവമാണ് ഉള്ളത്. അപ്പൊ ഗോപികമാർ രാവിലെ തന്നെ കൃഷ്ണൻ ഇങ്ങനെ പുറത്തിറങ്ങി വെളിയിലേക്ക് വരുമ്പോൾ തന്നെ ഗോപികമാർ വീടിനുള്ളിൽ നിന്നുകൊണ്ട് ഉറക്കെ, കൃഷ്ണൻ വീടിനടുത്ത് എത്തുമ്പോൾ ഉറക്കെ പറയും, പിന്നെ ആ കിട്ടിയ വെണ്ണ മുഴുവൻ എടുത്ത് മുകളിൽ വെക്കണേ ഉറിയുടെ. എന്താ കാരണം? ഇല്ല കൃഷ്ണനും കൂട്ടുകാരും കൂടെ വന്നത് എടുത്തോണ്ട് പോകും എന്ന് ഉറക്കെ വിളിച്ചു പറയും. ഈ ഉറക്കെ വിളിച്ചു പറയുന്നത് രഹസ്യമാക്കി വെക്കാനാണോ പരസ്യമാക്കാനാണോ? രഹസ്യം പറയുന്നത് പോലെയാ പറയുന്നത്, പക്ഷേ ശബ്ദം എങ്ങനെയാ? ഉറക്കെയാ. ഇത് ആര് കേൾക്കണം? കൃഷ്ണൻ കേൾക്കണമെന്നാ ഗോപികമാരുടെ ആഗ്രഹം. നമ്മൾ ആരെങ്കിലും നമ്മൾ അയലത്തെ വീട്ടിൽ താമസിക്കുന്ന കള്ളനാണെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് പറയാം, ചേട്ടാ ഇന്നലെ കിട്ടിയ 5 ലക്ഷം രൂപയെ തലയുടെ അടിയിൽ വെച്ചേക്കണേ, ഇല്ലെങ്കിൽ ആരെങ്കിലും എടുത്തോണ്ട് പോകും എന്ന് പറയുവോ? നമ്മളിന്ന് ചെവി പറയുന്നത് ചിലപ്പോൾ അടുത്ത് ചെവി തന്ന ആളിനെ ഒരു കേൾക്കാൻ പറ്റില്ല അല്ലേ? അവസാനം അയാൾ ചോദിക്കും എന്തോ പറഞ്ഞത്. കാരണം അത്ര രഹസ്യമായിട്ടായിരിക്കും നമ്മൾ രഹസ്യങ്ങൾ അല്ലേ പറയുന്നത്. പക്ഷെ ഇവർ ഉറക്കെ പറയും, എന്താ കൃഷ്ണനെ സംബന്ധിച്ചോളം ഇത് ഞാൻ കേട്ടിട്ടില്ല, ഇത് എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകും. ചില ഗോപികമാർ ഒരു പടി കൂടി കിടക്കും, പറച്ചിലല്ല പ്രവൃത്തിയില്ല. ഇവർ വെണ്ണയൊക്കെ എടുത്ത് കയ്യിലിങ്ങനെ ഉരുട്ടി പിടിച്ച് വെളിയിൽ ഇറങ്ങി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ ആളിനെ വിളിച്ചിട്ട് ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട്, കണ്ടില്ലേ എനിക്ക് ഒത്തിരി വെണ്ണ കിട്ടിയിട്ടുണ്ട്, നിനക്ക് കിട്ടി. അപ്പോൾ എന്ന് പറയും എനിക്കും കിട്ടിയിട്ടുണ്ട്, കണ്ടോ എന്നൊക്കെ പറഞ്ഞ് പൊക്കി കാണിക്കും. മനസ്സിലായില്ലേ? ഇതാര് കാണണം? കൃഷ്ണൻ കാണണം. കൃഷ്ണനാണെങ്കിൽ ഇതും കണ്ടിട്ടില്ല, ഇപ്പം കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പം ഈ ഇത് കഴിഞ്ഞ് നേരെ ചെല്ലുന്ന കൂട്ടുകാരടുത്തേക്കാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഭഗവാനെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കും. ഇവിടെ ഗോപകുമാരന്മാർ മാത്രമല്ല ഭഗവാനെ പ്രതീക്ഷിച്ചിരിക്കുന്നത്, കുറേ വാനരന്മാരും ഉണ്ട്, കുരങ്ങന്മാരും ഒക്കെ ഇങ്ങനെ കാരണം ഭഗവാന്റെ സാമീപ്യം അവർക്കും ഒക്കെ ഒരു ആനന്ദം. അവരും ഒക്കെ ഇങ്ങനെ ഭഗവാൻ എവിടെയാണ് വരുന്നതെന്ന് നോക്കി ഇങ്ങനെ ഇരിക്കും. ഇവരെല്ലാം ഇരിക്കുന്നിടത്തേക്ക് നേരെ ചെല്ലും. ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാനോട് ഇവർ ചോദിക്കും, ഇന്നത്തെ പ്രോഗ്രാം എന്താ? മനസ്സിലായില്ലേ? ഇന്നത്തെ ചാർട്ട് എന്തൊക്കെയാണ് എന്ന് ചോദിക്കും. ഇവരുടെയൊക്കെ ലീഡർ ആരാ? കൃഷ്ണനാണ്, എല്ലാവരുടെയും നേതാവാണ്. അപ്പൊ കൃഷ്ണൻ പറയും, ഇന്ന് നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഇന്ന വളവിൻ്റെ അടുത്ത് ഇന്ന മരം നിൽക്കുന്ന വീടുണ്ടല്ലോ, ആ വീട് അങ്ങോട്ട് പോവാം. എന്താ കാര്യം? അവിടെ അവർക്ക് ഇച്ചിരി ആൾക്കാരം കൂടുതലാണ്, അങ്ങോട്ട് പോവാം. ആ വീട്ടിലേക്ക് വന്നിട്ട് ചോദിക്കും, ആ വീട്ടിലെ പയ്യൻ അവിടെ ഉണ്ടെങ്കിൽ, മനസ്സിലായില്ലേ, ആ പയ്യനെ ഇനി വിളിക്കും മുന്നിലേക്ക്. എല്ലാ വീട്ടിലെ പയ്യന്മാരും ഭഗവാന്റെ കൂടെയുണ്ട്, കസ്റ്റഡിയിലുണ്ട്. ഈ പരാതി പറഞ്ഞു വരുന്ന സർവ്വഗോപികമാരുടെയും മക്കൾ ആരുടെ കൂടെയുണ്ട്? ഭഗവാന്റെ കൂടെയുണ്ട്. വിളിച്ചിട്ട് പറയും, ഇന്നത്തെ ലീഡർ നീയാണ്, മനസ്സിലായില്ലേ? ക്യാപ്റ്റൻ്റെ ചുമതല ഒഴിഞ്ഞ് ആ പയ്യനെ ഏൽപ്പിക്കും. എന്നിട്ട് അവനോടാണ് പറയുന്നത്, ഈ വളവ് തിരിഞ്ഞ് വരുമ്പോൾ ആ കൊന്നമരം നിൽക്കുന്ന വീട്ടിലാണ് ഇന്ന് നമ്മൾ കയറി വെണ്ണ എടുക്കുന്നത്. അപ്പോഴായിരിക്കും അവൻ ചോദിക്കുക, അയ്യോ അതെൻ്റെ വീടില്ലേ? അതെ നിന്റെ വീടാ, മനസ്സിലായില്ലേ? നിന്റെ വീടായതുകൊണ്ടാണ് നിന്നെ ഇന്ന് ക്യാപ്റ്റൻ ആക്കിയത്. വേറൊരാളുടെ വീടാണെങ്കിൽ ആ വീട്ടിലെ കുഞ്ഞിനെ ക്യാപ്റ്റൻ ആക്കും. മനസ്സിലായി? ഇത് ഭഗവാൻ വളരെ സസൂക്ഷ്മം ചെയ്യുന്ന ഒരു കർമ്മമാണ്. ഗായത്രിയുടെ വീട്ടിൽ കണ്ടാൽ ഗായത്രിയുടെ മോൻ, ഗൗതമിയുടെ വീട്ടിൽ കണ്ടെങ്കിൽ ഗൗതമിയുടെ മോൻ, മനസ്സിലായില്ലേ? സുശീലയുടെ വീട്ടിൽ കണ്ടെങ്കിൽ അന്നത്തെ ക്യാപ്റ്റൻ സുശീലയുടെ മോൻ. അങ്ങനെ ആക്കിയിട്ട് നേരെ പോകും. ഈ ലീഡർ ആക്കിയ പയ്യന്റെ ചുമതലയാണ് വീട് തുറന്നു കൊടുക്കുന്നത്. അത് ഓടളക്കിയാവാം, കൂട്ട് പൊളിച്ചിട്ടാവാം, മനസ്സിലായില്ലേ? എങ്ങനെ വേണമെങ്കിലും നേരെ തുറന്നിട്ടാണെങ്കിലും. കാര്യം ആ വീട്ടിലെ കുഞ്ഞിനറിയാലോ വീട്ടിൽ എങ്ങനെയൊക്കെ കയറാൻ പറ്റുള്ളൂ. അവനെ കൊണ്ടാണ് ആ വീട് തുറപ്പിച്ച് ആ വീട്ടിൽ കയറുന്നത്. അവൻ തന്നെയാണ് ഈ വെണ്ണ അമ്മ വെച്ചേക്കുന്ന സ്ഥലം കാട്ടി കൊടുക്കുന്നത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ എടുക്കുന്ന ജോലി കൃഷ്ണൻ്റെതാണ്. കാരണം എന്താ? മറ്റുള്ളവരൊക്കെ കഴിക്കാൻ നിൽക്കുന്നവരാ, കൃഷ്ണൻ കഴിക്കാൻ നിൽക്കുന്നവരല്ല, കൊടുക്കാൻ നിൽക്കുന്നവൻ. മനസ്സിലായില്ലേ? പറഞ്ഞൊരു ആശയം മനസ്സിലായി? ഭഗവാൻ കഴിക്കാൻ നിൽക്കുന്നതല്ല, എല്ലാവർക്കും കൊടുത്ത് നിറയ്ക്കാൻ നിൽക്കുക. കാരണം എന്താ? അമ്മയുടെ സ്ഥാനത്ത് കൽപ്പിക്കപ്പെടുന്നതാണ് ഈശ്വരൻ. നമ്മളെയൊക്കെ വീടുകളിൽ അമ്മമാരങ്ങനെയല്ലേ അല്ലേ? എല്ലാവർക്കും വിളമ്പി കൊടുത്തു കഴിഞ്ഞ് ചിലപ്പോൾ അവസാനം ചിലപ്പം വെറും ചോറ് ഉപ്പ് ഒഴിച്ച് അല്ലെങ്കിൽ രസം ഒഴിച്ച് കഴിക്കുന്ന അമ്മമാരുണ്ടായിരുന്നു അല്ലേ? ശരിയല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ കറി എത്രത്തോളം വേണമെങ്കിലും അവർക്ക് വിളമ്പി കൊടുത്ത്, കാരണം എന്താ? വിളമ്പി കൊടുത്ത് ആ കൊടുക്കുന്നതിലൂടെ അവരുടെ വയറ് നിറയുമായിരുന്നു. അത് പണ്ടത്തെ അമ്മമാരാണ്. ഇപ്പോഴത്തെ അമ്മമാരങ്ങനൊന്നുമല്ല. ഇപ്പോഴത്തെ അമ്മമാരെല്ലാം ആദ്യമേ സ്വീകരിച്ചിട്ട് പിന്നെ വെക്കൂ. മനസ്സിലായില്ലേ? നമുക്ക് നേരെ തിരിച്ചിട്ടാണ്. പണ്ടങ്ങനെയല്ല, കൊടുക്കുന്നതിലൂടെയാണ് അമ്മമാർക്ക് സംതൃപ്തി.
ഒരുപാട് അമ്മമാരെ നമുക്കൊക്കെ അങ്ങനെ കാണാൻ സാധിക്കും. അതാണ് മാതൃത്വത്തിൻ്റെ ഒരു വലിയ ഗുണമെന്ന് പറയുന്നത്. അങ്ങനെ കൊടുക്കാനുള്ള മനസ്സ്. അവർ പട്ടിണിയാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു വലിയ മനസ്സ്. അതാണ് അമ്മമാരെ പോറ്റി വളർത്തുക എന്ന് പറയുന്നൊരു സങ്കല്പം എന്ന് പറയപ്പെടും. ഇന്ന് ആ നന്മകളൊക്കെ ഉണ്ടോ എന്ന് നമ്മളൊന്ന് സ്വയം പരീക്ഷിക്കുന്നതാണ്. ഇപ്പോഴത്തെ അമ്മമാർ സ്വന്തം മക്കളെയും ഭർത്താവിനെയും മാത്രം കൂട്ടാൻ താല്പര്യം. പണ്ടത്തെ അമ്മമാർ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പം നമ്മളൊക്കെ ഒരുമിച്ച് സ്കൂളിൽ പോകുന്ന പണ്ടത്തെ കാലത്തൊക്കെ ആ സ്കൂളിൽ പോകുന്ന കുട്ടിയെ തിരക്കി മറ്റു വീട്ടിലെ കുട്ടികൾ വന്ന് വിളിച്ചില്ലേ. പണ്ട് സ്കൂൾ വണ്ടിയൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയൊക്കെയാണ്. ആകെയുള്ള ചണത്തിൻ്റെ വണ്ടിയാണ്. അങ്ങേറ്റം ഇങ്ങേറ്റം കിട്ടിയ റൗണ്ട് കിട്ടി അതിനകത്ത് കയറി ഒറ്റ ഓട്ടോ എന്ന് പറയുന്നത് വന്ന് വിളിക്കാൻ വരുമ്പോൾ നമ്മളെ വീട്ടിൽ അമ്മയും നമ്മൾ വിളിക്കാൻ ചെല്ലുന്ന വീട്ടിൽ അമ്മയും നമ്മളോട് ചോദിക്കുമായിരുന്നു, മോനെ ഭക്ഷണം കഴിച്ചോ? ശരിയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ ഒരു വീട്ടിലെ കുഞ്ഞിന് ഭക്ഷണം കഴിക്കാനില്ലെങ്കിൽ അതും കൂടി മനസ്സിലാക്കി വേണ്ട എന്ന് പറഞ്ഞാൽ അവനെ കൂടി നിർബന്ധിച്ച് ഭക്ഷണം കൊടുത്തിട്ട് തനിക്കുള്ള ഭക്ഷണം ഇല്ലാത്തപ്പോഴും പരാതിയില്ലാത്ത വിശാലമായ സ്നേഹസമ്പന്നരായ അമ്മമാർ അനവധി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഉണ്ടോ ഇല്ലയോ? അതൊക്കെ ഒരു ഒരു ജനതയുടെ ഒരു കാലത്ത് നന്മയുള്ള മനസ്സുകളുടെ ലക്ഷണമാണ്. ഇന്ന് ആ ലക്ഷണം നമ്മളിലൊക്കെ ഉണ്ടോ? ചിന്തിച്ചു നോക്കിയാൽ മതി. ഇന്നൊക്കെ നമ്മൾ മനുഷ്യനായിട്ട് വേഷം കെട്ടുന്നത് മാത്രമേ ഉള്ളൂ. പലരും മനുഷ്യരായിട്ടൊന്നുമല്ല ജീവിക്കുന്നത്. മൃഗങ്ങളെക്കാൾ കഷ്ടമായ സ്വഭാവത്തോടു കൂടി ജീവിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. വന്നിരുന്നവരെല്ലാം മോശമാക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്, ഇന്നത്തെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ശരി, ഇവിടെ കൃഷ്ണനെ സംബന്ധിച്ചുള്ള ഈ വെണ്ണക്കലത്തിൽ തൂങ്ങി ഇതെല്ലാം എടുത്തു കൊടുക്കും. കാരണം എന്താ? ഓരോരുത്തർക്ക് എടുത്തു കൊടുക്കുമ്പോഴത്തേക്ക് അവർ കഴിക്കുക, അടുത്താക്ക് കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ ആദ്യം കഴിച്ചോ വീണ്ടും കൈ നീട്ടും. മനസ്സിലായില്ലേ? ഇവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാലോ ഇവർക്കൊക്കെ വയറ് തുടങ്ങിയാൽ പിന്നെ കുരങ്ങന്മാരുണ്ട്, അവർക്കും കൊടുക്കണം. കാര്യം എന്താ? രാമാവതാര കാലത്ത് തന്നെ സഹായിച്ചവരാണ് ഈ വാനരന്മാര്. മനസ്സിലായില്ലേ? അന്ന് രാമാവതാരത്ത് കാലത്ത് രാവണ നിഗ്രഹം കഴിഞ്ഞ് രാമൻ തിരിച്ചു പോയപ്പോൾ ഈ വാനരന്മാരെല്ലാം കൈകൂപ്പിക്കൊണ്ട് ചോദിച്ചു, ഭഗവാനെ പോവുകയാണോ? ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി എല്ലാ സേവനവും ചെയ്ത് ഞങ്ങളെ അങ്ങ് മറക്കുവോ? ഭഗവാൻ പറഞ്ഞു, ഒരിക്കലും ഒന്നിനെയും ഞാൻ വിസ്മരിക്കില്ല. ആ തത്വത്തെ നിർത്തിക്കൊണ്ട് വാനരന്മാർക്കും എല്ലാം ഈ വെണ്ണ കൊടുക്കും. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കൃഷ്ണന് കിട്ടാറുമില്ല, കിട്ടണമെന്നുള്ള ആഗ്രഹവും ഇല്ല. ഇത് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഈ കയ്യിലിരിക്കുന്ന കാലിക്കോലെടുത്തിട്ട് ഈ കലം അടിച്ചങ്ങ് പൊട്ടിക്കുക അവസാനം. ഇത്രയും കൂടി ചെയ്തു കഴിഞ്ഞ് നേരെ അവിടുന്ന് പോകും. ഇതാണ് നടന്ന സംഭവം എന്ന നിലയിൽ നമുക്ക് എടുക്കണം. ഇനി ഇവിടെ എന്താ ഭഗവാൻ പറഞ്ഞത്? ഇവരുടെ മകനാണ് കള്ളൻ. മനസ്സിലായില്ലേ? കാരണം എന്താ? ഈ കളവിന് നേതൃത്വം കൊടുത്തത്, കളവാണെങ്കിൽ നേതൃത്വം കൊടുത്തത് ആരാ? ആ വീട്ടിലെ കുട്ടിയാണ്, അല്ലേ? ഇനി അത് കളവാവുമോ? ഒരു വീട്ടിലെ കുട്ടി ഒരു വീട്ടിൻ്റെ ഉടമസ്ഥനല്ലേ? അച്ഛനും അമ്മയ്ക്കും അവകാശമുള്ളതുപോലെ ആ വീട്ടിൽ അവകാശം ആർക്കുണ്ട്? കുട്ടികൾക്കുണ്ട്. നമ്മൾ സാധാരണഗതി നമുക്ക് മുതിർന്നവർക്ക് അവകാശം വേണമെങ്കിൽ അവരുടെ പേരിൽ പ്രമാണവും ഒക്കെ വേണം. പക്ഷെ കുട്ടികൾക്ക് ഇതൊന്നും വേണ്ട. നിങ്ങൾ അറിയണമെങ്കിൽ ഇപ്പം നിങ്ങൾ നാളെ ഒരു വിവാഹമോചനത്തിന് അങ്ങനെ കോടതിയിൽ പോയാൽ കോടതി ചോദിക്കും, കുഞ്ഞുങ്ങൾക്കുള്ള അവകാശം വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ചോദിക്കില്ലേ? ചോദിക്കോ ചോദിക്കത്തില്ലയോ? ഇനി അത് പരീക്ഷിച്ചറിയാൻ വേണ്ടി ആരും കോടതിയിൽ പോകണ്ട ഡൈവോഴ്സിന്. ഈശ്വരൻ ഡൈവോഴ്സ് ചെയ്യിപ്പിക്കുമ്പോൾ ആവട്ടെ, നമ്മൾ ജീവിച്ചോ, കുഴപ്പമില്ല. എന്താ കാരണം? ആ കുഞ്ഞുങ്ങൾക്ക് കൊച്ചുപ്രായത്തിലാണ് കേട്ടോ, മുതിർന്ന ഇഷ്ടമല്ല, കുഞ്ഞുങ്ങൾക്ക് ആ അവകാശം. കാരണം അവരുടെ സംരക്ഷണം ആരാണ്? മാതാപിതാക്കളാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ആ വീട്ടിന്റെ ഉടമസ്ഥാവകാശമുള്ള കുഞ്ഞ് തന്നെയല്ലേ ആ വീട്ടിൽ കയറുന്നത്. അപ്പം വീട്ടിലെ ഉടമസ്ഥാവകാശമുള്ള ആ കുഞ്ഞ് കൂടെ കൂട്ടിക്കൊണ്ടുവരുന്ന അവന്റെ അതിഥികൾക്ക് അവൻ വീട്ടിലുള്ള വസ്തുക്കൾ കൊടുത്താൽ അത് മോഷണമാണോ? ഇപ്പൊ നമ്മുടെ വീട്ടിലെ അച്ഛൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വീട്ടിൽ വന്ന് വീട്ടിലിരിക്കുന്ന ചോറൊക്കെ എടുത്ത് കറിയൊക്കെ എടുത്ത് അദ്ദേഹവും കഴിച്ച് കൂടെയുള്ളവർക്കൊക്കെ ഭക്ഷണം കൊടുത്താൽ അത് തെറ്റാണോ? അല്ല. അതുപോലെ തന്നെയായിരുന്നു ലോകത്തെ ആദ്യത്തെ ബാലാവകാശ കമ്മീഷൻ കുഞ്ഞുങ്ങളുടെ അവകാശത്തിന് വേണ്ടി വാദിച്ച ആളെന്ന് ആരെ കാണാം? നമുക്ക് ഒരർത്ഥത്തിൽ വേണമെങ്കിൽ കൃഷ്ണ വിളിക്കാം. ഇപ്പോൾ അത് മനസ്സിലായില്ലേ? അപ്പൊ ഈ കുഞ്ഞും ഈ കൂട്ടത്തിൽ ഉണ്ട് എന്ന് ഈ അമ്മയ്ക്കറിയാം. അതാണ് പറഞ്ഞത് ഇവരുടെ മോനാണ് കള്ളനെന്ന് ഇവർക്ക് അറിയാം. ഇത് കള്ളത്തരമാണെങ്കിൽ ഇവരുടെ മോൻ കള്ളനാണ്, ശരിയല്ലേ? അവനാണല്ലോ അവൻ്റെ വീട്ടിൽ കയറാൻ പ്രേരിപ്പിച്ചത്, അല്ലെങ്കിൽ കൂടെ നിന്നത്. പിന്നെയോ അതറിയാവുന്ന അമ്മ അത് മറച്ചു വെച്ചു. അപ്പോൾ ഇവരും
ആ കള്ളത്തെ മറച്ചു വെച്ചിട്ട് എന്നെ മാത്രം കുറ്റക്കാരനാക്കാൻ വരികയാണ്. ഇതാണ് ഭഗവാന്റെ ഒരു വാദം. ഇത് ബാഹ്യമായ തരത്തിലുള്ള വാദമാണ്. ഈ നിലയിൽ ചിന്തിച്ച ഭഗവാൻ കള്ളനാണോ? ആണോ? ഇനി ഈ നിലയിൽ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു കഥ പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു മനുഷ്യൻ ഏതൊന്നറിഞ്ഞാലാണോ സർവ്വതും അറിഞ്ഞതിന് തുല്യമായി മാറുന്നത് എന്ന് പറയപ്പെടുന്ന ഭാഗവതത്തിൽ ഇങ്ങനെ ഒരു കള്ളത്തരം നടന്നിട്ടുണ്ടെന്ന്, അതായത് കളവല്ല, അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മാത്രം പറയേണ്ട കഥ ആവശ്യമുണ്ടോ? കാരണം സമയം കളയാൻ വേണ്ടി ഉള്ള കഥകളാണോ ഭാഗവതത്തിൽ? ആണോ? അപ്പൊ സമയം കളയാൻ വേണ്ടി കഥയ്ക്ക് വേണ്ടി ഒരു കഥ പറഞ്ഞതാണോ? അല്ല. ഭാഗവതത്തിന്റെ ഉദ്ദേശം എന്താ? പരമമായ ബോധത്തെ പകർന്ന് അല്ലേ ഓരോ മനുഷ്യനെയും പൂർണ്ണതയിൽ എത്തിക്കാനാണ് ഭാഗവതം. അപ്പൊ ഈ കഥ എങ്ങനെയാണ് നമ്മളെ പൂർണ്ണതയിൽ എത്തിക്കുന്നത്? ഗോപികമാര് കളവ് നടത്തിയെന്ന് പറഞ്ഞ് ഭഗവാൻ കളവ് നടത്തിയില്ലെന്ന് പറഞ്ഞ് നമുക്ക് ഇപ്പം ബോധ്യമായി കളവല്ലെന്ന്. ഈ കളവല്ലെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് നമുക്ക് പരമമായ ബോധം കിട്ടുമോ? ഇനി നമുക്ക് അതിനേക്കൊന്ന് അന്വേഷിക്കാം. എന്താ ഇതിലെങ്ങനെയാണ് ആ പരമമായ ബോധം നമുക്ക് കിട്ടേണ്ടത് എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. ഇവിടെ മുമ്പേ പറഞ്ഞു ഗോപികമാർക്ക് ഭഗവാനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ട്, ആരാധനയുണ്ട്, സ്നേഹമുണ്ട്. ഇതൊന്നും മറച്ചു വെക്കാൻ പറ്റാത്ത സത്യവുമാണ്. ഇവിടെ ഭഗവാൻ ഗോപികമാർക്ക് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഏർപ്പെടുത്തിയതിൽ ആദ്യത്തെ വിദ്യാഭ്യാസമാണ് വെണ്ണാപഹരണം എന്നത്. കാരണം ഗോപികമാര് പ്രാഥമികമായ തലത്തിൽ നമ്മൾ ചിന്തിച്ചാൽ വിദ്യാഭ്യാസ രഹിതരാണ്. മനസ്സിലായില്ലേ? നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ നിരക്ഷര കുക്ഷിയാണ്. സാക്ഷരത അല്ല, നിരക്ഷരരാണ്. എന്താ കാര്യം? ഗോപികമാരെ കുലത്തെ സംബന്ധിച്ചുള്ള അവർ ജീവിക്കുന്ന ആ സാഹചര്യത്തിൽ അവർക്ക് മറ്റ് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? കാരണം അവർ പശുവിനെ വളർത്തുന്നു, അതിന് പുല്ല് പറിച്ചിട്ട് കൊടുക്കുന്നു, അതിനെ കുളിപ്പിക്കുന്നു, അതിൻ്റെ പാല് ഇറക്കുന്നു, അത് തൈരാക്കുന്നു, വെണ്ണ എടുക്കുന്നു, അത് വിറ്റ് ജീവിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അവരുടെ ജീവിത നിലവാരം അനുസരിച്ച് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസം അതാണല്ലോ. അതിനപ്പുറത്തേക്ക് അവർക്ക് വേറൊരു വിദ്യാഭ്യാസത്തിന് അവർ പോയിട്ടുമില്ല. കാരണം അതുകൊണ്ടാണ് ഭഗവാന്റെ കുട്ടിക്കാലത്ത് ഭഗവാൻ പഠിക്കാനായിട്ട് വിട്ടിട്ടില്ല. ഭഗവാന്റെ വിദ്യാഭ്യാസം തുടങ്ങുന്നത് പിന്നെ കംസവധത്തിന് ശേഷമാണ്. മനസ്സിലായില്ലേ? ഗോപകുലത്തിൽ അങ്ങനെയുള്ള വിദ്യാഭ്യാസം, ജീവിക്കാൻ ആ ജീവിത രീതിക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്ന പശുവിനെ വളർത്തലാണ്. അതിനെ പഠിപ്പിക്കാൻ ഏതെങ്കിലും സ്കൂൾ വല്ലതും ആവശ്യമുണ്ടോ? അവർ കുഞ്ഞുനാളിലേ കണ്ടു വളരുന്ന അല്ലേ പശുവിനെ കുളിപ്പിക്കുകയും ചാണകം മാറുകയും പാല് കറക്കുകയും പുല്ല് പറിച്ചു കൊടുക്കുകയും ചെയ്യുന്ന വിദ്യാഭ്യാസം കണ്ടിട്ടാണോ പല വീട്ടിലെയും ആൾക്കാർ ഇതൊക്കെ ചെയ്തു തുടങ്ങിയത്? ആണോ? നമ്മൾ ആരെങ്കിലുമൊക്കെ പശുവിനെ വേണ്ടി വളർത്തിയിട്ടുള്ളത് നമ്മൾ ഏതെങ്കിലും സ്കൂളിൽ പോയപ്പോൾ പശുവിനെ എങ്ങനെ വളർത്തണം, എത്ര പിടി പുല്ലിട്ട് കൊടുക്കണം, ഏത് സമയത്ത് കാടി കൊടുക്കണം, ഇതങ്ങനെ പഠിച്ചിട്ടാണോ? ആണോ? നമ്മളെ വീട്ടിലുള്ളവർ ചെയ്യുന്നത് കണ്ട് നമ്മളും അതിനോടൊപ്പം ചെയ്ത് നമ്മൾ അങ്ങനെ ആയി വരുന്നതാണ്. അങ്ങനെയാണ് ഗോപികന്മാരുടെ തലം. പക്ഷെ ഭഗവാൻ ഇവിടെ ആഗ്രഹിക്കുന്നത് തന്നോട് ഏറ്റവും പ്രിയമുള്ള ഈ ഗോപികമാരെ പിരിഞ്ഞ്, മനസ്സിലായില്ലേ, മറ്റൊരു തലത്തിലേക്ക് താൻ പോകേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകും തൻ്റെ ജീവിതത്തിൽ എന്ന് ആർക്കറിയാം? ഭഗവാൻ അറിയാം. എല്ലാ കാലത്തും ഗോപികമാരോടൊപ്പം വൃന്ദാവനത്തിൽ ജീവിക്കാനായിട്ടാണോ ഭഗവാൻ വന്നത്, അവതരിച്ചത്? അല്ല. അവതാരം എടുത്തതിന് ശേഷം ഇങ്ങോട്ടേക്ക് വന്നത് തൽക്കാലത്തെ ഒരു ഷട്ടറിംഗ് ആണ്. മനസ്സിലായില്ലേ? ഒരു താൽക്കാലിക വാസകേന്ദ്രമാണ് ഇവിടെ ഈ ഗോകുലവും വൃന്ദാവനവും ഒക്കെ. ഇവിടെ നിന്ന് എവിടേക്ക് പോകണം? അല്ലല്ല, കംസന്റെ അടുത്തേക്ക് പോകണം. മധുരയിൽ നിന്ന് കംസന്റെ കാരാഗൃഹത്തിൽ നിന്നാണ് ഇവിടേക്ക് വന്നത്, ശരിയല്ലേ? ഇനി തിരിച്ചവിടെ പോകണം, കംസന്റെ അടുത്തേക്ക് പോകണം. ഇനി കംസന്റെ അടുത്തേക്ക് പോയിട്ട് കംസനെ വധിക്കണം. പിന്നെ അവിടുത്തെ ജീവിതത്തിന്റെ രീതിയിലേക്ക്, മറ്റൊരു ജീവിത സാഹചര്യത്തിലേക്ക്, മറ്റൊരു തരത്തിലേക്ക് മാറ്റണം. ഈ രണ്ടും ഡിഫറൻസ് ആണ്. ഇത് സാധാരണ ഗ്രാമീണ ജീവിതവും മറ്റേത് രാജകീയമായ തലത്തിലുള്ള ഉന്നതമായ ഒരു ജീവിതവും. മനസ്സിലാവുന്നുണ്ടോ വ്യത്യാസം? അപ്പം ഈ ഗോപികന്മാരെ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇത്രയും സ്നേഹസമ്പന്നരായ ഗോപികമാരെ പിരിഞ്ഞ് താൻ പോകേണ്ടി വരുമെന്നുള്ളതും പോകുമെന്നുള്ളതും ഉറപ്പാണ്. അങ്ങനെ പോകുമ്പോൾ ഭഗവാന് ദുഃഖം ഉണ്ടാവില്ല, പക്ഷെ ആർക്ക് ദുഃഖം ഉണ്ടാവാം? ഗോപികമാർക്ക് ദുഃഖം ഉണ്ടാവാം. അപ്പൊ അത്രയും സ്നേഹിക്കുന്നവരെ ഒരു ദുഃഖത്തിലേക്ക് ആഴ്ത്തുന്നത് തെറ്റല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ഗോപികമാർക്ക് അങ്ങനെയുള്ള ദുഃഖത്തിലേക്ക് ആണ്ടുപോകാതെ ദുഃഖ നിവാരണം നടത്താൻ വേണ്ടി, അവരെ ഉയർത്താൻ വേണ്ടിയിട്ട് ഭഗവാൻ നടത്തുന്ന വിദ്യാഭ്യാസമാണ്. കാരണം എന്താ? അറിവ് കൊണ്ട് മാത്രമാണല്ലോ ദുഃഖത്തെ ഇല്ലാതാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയല്ലേ ഭാഗവതം പറയുന്നത്, അല്ലേ?
അജ്ഞാനമാണ് ദുഃഖത്തിന്റെ കാരണം. അപ്പൊ ഗോപികമാരുടെ അജ്ഞാനത്തിൽ നിന്ന് ഗോപികമാരെ എന്തിലേക്ക് ഉയർത്തണം? ജ്ഞാനത്തിലേക്ക് ഉയർത്തണം. അപ്പൊ അതിനാണ് ഇവിടെ പെണ്ണാപഹരണം എന്ന ലീല നമുക്ക് കാണാം. അതുകൊണ്ട് ആ നിലയിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ഇവിടെ ഭഗവാൻ ഇതിലൂടെ വെളിപ്പെടുത്തുന്നത് എന്താ? ഗോപികമാരോട് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും ആരുടേതാണ്? ആരുടേതാണ്? ഭഗവാന്റെ. നമ്മളിപ്പോൾ യജ്ഞശാല ഇരിക്കുന്നുണ്ടല്ലേ ഇതാണൊക്കെ പറഞ്ഞത്. ഇത് മൊത്തം ഭഗവാന്റേതാണെന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ എന്നാ വന്ന് ഞാനും ഭഗവാന്റെ ആളാന്ന് പറഞ്ഞ് ഞാൻ വന്ന അതിനകത്ത് കയറി കിടന്നാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഞാനും ഭഗവാനാണെന്ന് ഞാൻ പറഞ്ഞാൽ പോരെ? സാധാരണ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഇത് എൻ്റേതാണെന്നാണ് പറയുന്നത് അല്ലേ? ഈ പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ നമ്മൾ വേറൊരാളുടെ സാധാരണഗതി ചിന്തിക്കുമ്പോൾ പറയില്ല. സാധാരണ നിലയിലാണ് ഇവിടെ ഗോപികമാര്. അപ്പൊ നമ്മൾ ഓരോരുത്തരും സാധാരണഗതിയിൽ ഈ 10 സെന്റ് എൻ്റേത് അല്ലേ, ഈ 5 സെന്റ് എൻ്റേത്, അല്ലെങ്കിൽ ഈ വീട് എൻ്റേത്, ഈ കാർ എൻ്റേത്, ഇങ്ങനെ കരുതുന്നവരല്ലേ? ആണോ അല്ലയോ? ആണ്. ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഭഗവാന്റേതാണ് എന്ന ബോധത്തിലേക്ക് നമ്മൾ ഉയരാറുണ്ടോ? സാധാരണ ഉയരാറില്ല. യജ്ഞശാലയിൽ ഇരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ദോഷം കിട്ടും എന്നുള്ള പേടി കൊണ്ടാണ് പറഞ്ഞത് ഭഗവാന്റേതാണെന്ന്. ഈ ഭഗവാന്റേതാണ് എന്ന് പറഞ്ഞവരോട് ഇപ്പൊ പറയാ, ഈ ബേസിന് ഇവിടെ വെച്ചിട്ട് ഭഗവാന് വേണ്ടിയിട്ട് കഴുത്തി കിടക്കുന്ന മാലയും കമ്മലും കയ്യിലിരിക്കുന്ന മൊബൈൽ എല്ലാം ഇവിടെ ഇടാൻ പറഞ്ഞ ഇപ്പൊ ഇടുവോ? അതെന്താ ഇടാത്ത? നിങ്ങളേതല്ലെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാ ഇത് കഴുത്തിലിട്ട് ഇങ്ങനെ ചുവന്നോണ്ട് കിടക്കുന്ന? ബുദ്ധിമുട്ടുന്ന എന്തിനാ? നിങ്ങളത് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിട്ട് ചുമന്ന് ബുദ്ധിമുട്ടുന്ന എന്തിനാ? ഇത് ഇട്ടുകൊണ്ട് കിടക്കുമ്പോൾ അല്ലേ കള്ളനെ പേടിക്കേണ്ടത്? ആഹാ, അത് ശരി. ഇതെല്ലാം ഭഗവാന്റേതാണെന്ന് പറയുകയാണെങ്കിൽ അത് അംഗീകരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം ഇടാൻ പറഞ്ഞാൽ ഇടുവോ? ഇടത്തില്ല. എന്താ കാരണം? കാരണം സാധാരണ ബോധത്തിൽ നമ്മൾ നിൽക്കുന്നവരാണ്. അപ്പൊ ഇവിടെ ഗോപികമാരെ സംബന്ധിച്ചോളം അവരും ഞങ്ങളുടേതെന്ന് മാത്രം കരുതി അല്ലെങ്കിൽ അവരുടേതെന്ന് പറഞ്ഞ് ചിന്തിച്ച് ഭേദവിചാരത്തിൽ കഴിയുന്ന അവരോട് പറയുകയാണ്, ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എൻ്റേതാണ്. അങ്ങനെ എല്ലാത്തിൻ്റെ ഉടമസ്ഥനായ ഭഗവാന്റെ വസ്തുക്കളിൽ ചിലതിനെ എടുത്തു വെച്ചിട്ട് ഇത് എൻ്റേതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലെ മോഷ്ടാക്കൾ ആരാ? നമ്മളാണ്. ഗോപകുമാരന്മാരെ അവിടെ വിട്, നമ്മളാണ്. ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വതും ഈശ്വരൻ്റേതാണെന്ന ബോധത്തെ മറച്ചു വെച്ച് ഇത് എൻ്റേതാണ് എന്ന ഭാവത്തിൽ, ഞാനും എൻ്റേതും എന്ന ഭാവത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മോഷ്ടാക്കളാരാ? നമ്മളാണ്. മനസ്സിലായില്ലേ? ഇതെല്ലാം നമ്മൾ താൽക്കാലികം സൂക്ഷിക്കാൻ മാത്രം ഈശ്വരൻ തന്നിട്ടുള്ളതാണ് അല്ലേ? നമ്മുടെ 5 സെന്റും 10 സെന്റും ഒക്കെ താൽക്കാലം പരിരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള, അതല്ല സ്ഥിരമായി നമ്മുടേതാണോ? ആണോ? വില്യം ഷേക്സ്പിയറുടെ ഒരു കവിതയുണ്ട്, ഇംഗ്ലീഷ് പദ്യം. അതിൻ്റെ ഏറ്റവും ഒടുവിൽ ആ പദ്യം വന്ന് അവസാനിക്കുന്നത്, ഒരുവന് ജീവിക്കാൻ വേണ്ടത് 6 അടി മണ്ണിടം. നല്ല ചിന്താദ്വീപകമായ ഒരു കഥയാണ്, ഒരു കവിതയാണ്. കവിതയുടെ ഏറ്റവും ഒടുവിൽ വന്നു ചേരുന്നത് അങ്ങനെയാണ് അല്ലേ? നമ്മളെയൊക്കെ സംബന്ധിച്ചുള്ള 6 അടി മണ്ണം വേണ്ട, മൊത്തത്തിൽ കത്തിച്ചാൽ ഒരു കുടം മാത്രം മതി. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. നമ്മുടെ ഈ വലിയത് ഞാനെന്ന വലിയ ഭാവത്തിൻ്റെ അഹങ്കാരമൊക്കെ ഒരു കൊച്ചു മൺകുടത്തിനകത്ത് കയറ്റാവുന്നതേ ഉള്ളൂ ചാരമാക്കുമ്പോൾ. ശരിയല്ലേ? അത് മണ്ണോട് മണ്ണ് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ചാരവും ഇല്ല. ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്? ശരി, ഇവിടെ മുഴുവൻ ഭഗവാന്റേതാണ് എന്ന ബോധത്തെ ഭഗവാൻ ഗോപികമാർക്ക് പകർന്നു കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് എൻ്റേതായ വസ്തു നിങ്ങളുടെ കയ്യിൽ തൽക്കാലത്തേക്ക് തന്നത് ഞാൻ തിരിച്ചിഞ്ഞെടുത്തു. അപ്പൊ മോശമാണോ? ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനാണ് എന്നൊരു തത്വം കാണിച്ചു. ഇനി മറ്റൊരു തത്വത്തിലേക്ക് എടുത്താൽ, ഗോപികമാർക്ക് ഭഗവാനോടുള്ള ഒരു പരമമായ പ്രേമമുണ്ട് അല്ലേ? ഒരു ഭക്തിയുണ്ട്, പ്രേമമുണ്ട്. ഈ പ്രേമം കൊണ്ട് ഭഗവാൻ ഗോപികമാരെ സ്വീകരിക്കുന്നത് എങ്ങനെയാ? ശരീരഭാവത്തിലുള്ള ലൗകിക ഭാവത്തിലാണോ? ഒരിക്കലുമല്ല. കാരണം എന്താ? ഒരൊറ്റ ഗോപികമാരെ പോലും ഭഗവാൻ വിവാഹം കഴിച്ച ചരിത്രത്തിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. ചിലർക്ക് ഇപ്പോഴും ഒരു സംശയം, എത്ര ഞാൻ കേട്ടിട്ടും ഭഗവാൻ ആൾ അത്ര ശരിയല്ല. എന്താ കാര്യം?
ഒരിക്കലൊരു യജ്ഞത്തിന് പോയപ്പോൾ ഒരു പെൺകുട്ടി ചോദിച്ച സംശയമാണ്. പറയുന്നതൊക്കെ ശരി, എന്നാലും ഭഗവാൻ ഒരു ചെറിയ എന്താ ആ രാധയെ ചതിച്ചിട്ട് നിൽക്കണം. നമ്മുടെ തലത്തിൽ നിൽക്കുമ്പോൾ രാധ ഗോപിയെ ഭഗവാനോട് ചേർത്ത് എപ്പോഴും പറയുന്നൊരു പേരാ അല്ലേ? അവിടെയും നമ്മൾ കാണുന്ന സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ലൗകിക തലമല്ല ഗോപികമാരുമായിട്ടുള്ള ബന്ധം. അത് നമുക്ക് രുക്മിണിയിലൊക്കെ ആരോപിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഗോപികമാരുമായിട്ട് ഭഗവാന്റെ ബന്ധം ദേഹബോധ തലത്തിലുള്ള ബന്ധമല്ല, ദേഹബന്ധ തലത്തിലുള്ളത് അല്ല, ആത്മബോധ തലത്തിലാണ്. അതുകൊണ്ടാണ് ഒരു ഗോപികയും ഇവിടെ ഗോപികമാരെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പ്രായം നമ്മൾ കണക്കൂട്ടണം. ഗോപികമാരോടൊപ്പം ജീവിക്കുന്ന പ്രായം എത്ര വയസ്സ് വരെയാ ഭഗവാൻ ഗോപികമാരോടൊപ്പം കഴിഞ്ഞത്? എത്ര വയസ്സ് വരെയാ? എത്ര വയസ്സ് വരെയാ? കേവലം ഒരു 10 വയസ്സ് വരെയൊക്കെ ഉള്ളൂ. മനസ്സിലായില്ലേ? ആ പ്രായത്തിനുള്ളിൽ വെച്ചിട്ടുള്ള ലൗകിക പ്രേമത്തിന് എന്താ അർത്ഥമുള്ള? 10 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഭഗവാൻ പിന്നെ മധുരയിലേക്ക് എത്തപ്പെട്ടു. ഗോവർദ്ധന പർവ്വതമൊക്കെ ഉയർത്തിയ കഥയൊക്കെ ഇതിന് ശേഷം വരുന്നതാണ്. ഗോവർദ്ധന പർവ്വതം ഉയർത്തുമ്പോൾ ഭഗവാന്റെ പ്രായം പറയുന്ന കേവലം 7 വയസ്സ് പ്രായമോ, വസ്ത്രാപകരണം നടത്തുമ്പോൾ ഭഗവാന്റെ പ്രായം 6.5 വയസ്സ് പ്രായമോ. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ പ്രായത്തിന്റെ ഗണ്ണം പോകുന്നത്. ഇവിടെ ആത്മതലത്തിലുള്ള ആത്മബോധതലത്തിലുള്ള ബന്ധമാണ് ഭഗവാന് ഗോപികമാരുമായിട്ടുള്ളത്. ആ ഗോപികമാരുടെ ശരീരത്തെ അല്ല ഞാൻ സ്വീകരിക്കുന്നത്, പിന്നെയോ നിങ്ങളുടെ സ്നേഹാമൃതമാകുന്ന നിങ്ങളുടെ ഹൃദയത്തെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഭക്തി കൊണ്ട് നിറഞ്ഞ സ്നേഹത്വം കൊണ്ട് സമ്പുഷ്ടമായ നിങ്ങളുടെ ഹൃദയത്തെയാണ് ഏറ്റവും കൂടുതൽ മാർദ്ധവമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലാളിത്യമുള്ള വികാരം ഏതാ? സ്നേഹമല്ലേ? ആ സ്നേഹസമൃദ്ധമായ ഹൃദയത്തെയാണ് സ്വീകരിക്കുന്നത്. അത് നിങ്ങളുടെ ശരീരത്തെയല്ല. ഇത് കാണിക്കാനാണ് കലത്തെ പൊട്ടിച്ചു. മനസ്സിലല്ലേ? അതിനുള്ളിലിരുന്ന വെണ്ണയെ എടുത്തു. കാരണം കലം ശരീരമാണ്, കൂടസ്ഥം. മനസ്സിലായില്ലേ? നമുക്കൊക്കെ ഈ കലം എന്ന ഒരു വസ്തുവിനെ ഉള്ളിൽ വെച്ചിരിക്കാനല്ലേ പാത്രം എന്ന് പറയുന്നത് അല്ലേ? ഒരു പാത്രം സൃഷ്ടിക്കുന്നതിനാ? ഒരു വസ്തുവിനെ ഉള്ളിൽ സൂക്ഷിക്കാനാണ്. ജീവനാകുന്ന വസ്തുവിനെ ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പാത്രമാണ് ഈ ശരീരം അല്ലേ? ആണോ അല്ലയോ? ആ വസ്തു ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ പാത്രത്തിന് വിലയുള്ളത്. ആ വസ്തു ഒന്ന് വേറിട്ട് പോയി കഴിഞ്ഞാൽ ആ പാത്രത്തിന് വല്ല അർത്ഥമുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഗോപികമാരുടെ ഹൃദയത്തെയാണ് സ്വീകരിക്കുന്ന ഭഗവാൻ. അതാണ് വെണ്ണ അപഹരണം. ഇനി ഭഗവാൻ കള്ളനാണോ അല്ലയോ? അപ്പൊ ഇവിടെ സ്നേഹം കൊണ്ടാണ് ഗോപികമാരാരെ നേടുന്നത്? ഭഗവാനെ നേടുന്നത്. ഇത് പരീക്ഷത്തിനോട് പറഞ്ഞ എന്താ? ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഭക്തി? എന്താണ് ഭക്തി? ഭഗവാനെ നോക്കി തൊഴുന്നതാണോ, പൂ വെച്ച് പൂജിക്കുന്നതാണോ? എന്താ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളോട് ചോദിക്കുക എന്താണ് ഭക്തി എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ഞാൻ ചോദിക്കുന്നു വെക്കണ്ട. നിങ്ങളോട് നിങ്ങളെ വീട്ടിലെ കുഞ്ഞു ചോദിക്കുകയാണ്, കുട്ടികൾ ചോദിക്കുകയാണ്, അമ്മ എന്തോ അമ്മ ഈ ഭക്തി എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? എന്ത് പറയും? ഇങ്ങനൊക്കെ ചോദിച്ചാൽ ഒറ്റ വാക്കേ പറയും, നാളെ തൊട്ട് ഞങ്ങൾ ഈ കളിക്കില്ല, 7 ദിവസം വരെ ഞങ്ങൾ ഈ മതിൽ കിടന്ന് ഇങ്ങോട്ട് വരുത്തില്ല. ഇയാൾ അവിടെ നിന്ന് ചോദിച്ചു. വിശ്വാസമാണോ ഭക്തി? ഭക്തി എന്ന് പറഞ്ഞാൽ അതിന് ഒറ്റ നിർവചനമേ ഉള്ളൂ, പരമമായ സ്നേഹം. മനസ്സിലായില്ലേ? നാരദ മഹർഷി കൃത്യമായി ഭക്തിയെക്കുറിച്ച് നിർവഹിക്കും. സാധു അസ്മിൻ പരമപ്രേമ സ്വരൂപ ഇതി ഭക്തി. അവനോടുള്ള പരമമായ പ്രേമമാണ് ഭക്തി. പരമമായ പ്രേമം എന്ന് പറഞ്ഞാൽ എന്താ? അതിന് മുകളിൽ വേറൊന്നില്ല, പകരം വേറൊന്നില്ല. മനസ്സിലായില്ലേ? മാറ്റി വെക്കാൻ പറ്റുന്ന അങ്ങനെ പരമമായ പ്രേമമാണ് ഭക്തി. ഈ പരമപ്രേമം പരീക്ഷത്തെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. ആരോട്? ഈശ്വരനോട്. അതിനാണ് പരീക്ഷത്തിന് ആരുടെ കഥ പറഞ്ഞത്? ഈ വെണ്ണാപകരണം പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായോ? ആ സ്നേഹം എപ്പോഴാണോ നമ്മളിൽ വർദ്ധിച്ചു വരുന്നത് ആ സമയത്താണ് നമ്മുടെ ഹൃദയശുദ്ധി ഉണ്ടാവുന്നത്. ഭഗവാനോടുള്ള സ്നേഹം വർദ്ധിച്ചു വരുമ്പോൾ
ഭക്തി വർദ്ധിച്ച് വർദ്ധിച്ച് വരുമ്പോൾ നമുക്ക് ഹൃദയശുദ്ധി ഉണ്ടാവും. അങ്ങനെയുള്ള ഹൃദയമാണ് ഭഗവാന്റെ ഇരിപ്പിടം. അതാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്. നറുവെണ്ണ പോലെ നവനീത കൃഷ്ണനായി ഭഗവാൻ ഇങ്ങനെ സ്വീകരിക്കുന്നത് ഭക്തന്റെ ഹൃദയമാണ്. ആ ഹൃദയം നമ്മുടെ ഹൃദയവും ആ ഹൃദയമായി മാറണം. അവിടെയാണ് ഗോപിക എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ എടുക്കണം. ഗോപിക എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഗോപിക അല്ലെങ്കിൽ ഗോപകുമാരൻ. ഗോപൻ എന്നൊരു വാക്കുണ്ടല്ലോ ഭഗവാന്. എന്താ? ജ്ഞാനത്തെ തേടുന്നവൾ. ഗോ എന്ന് പറഞ്ഞാൽ അറിവ്, അറിവിനെ തേടുന്നത്, ആ ജ്ഞാനത്തിലേക്ക് എത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവിടെയും നമ്മൾ ആ നിലയിലുള്ള ഹൃദയം നമുക്ക് സ്വയം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കണം. വേണോ വേണ്ടയോ? വേണോ? അപ്പൊ അതിനാണ് നമ്മൾ ഭാഗവതത്തിലൂടെ ഈ കഥ ചർച്ച ചെയ്യുന്നത്. നമുക്ക് നിസ്സാരമായി ഭഗവാനെ കള്ള എന്ന് വിളിച്ചുകൊണ്ട് മാറ്റി വെക്കാവുന്ന ഒരു കഥയാണ്. പക്ഷെ അതിനുള്ളിൽ ഇത്രയും ആഴത്തിൽ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട എത്രയോ വലിയ കാര്യങ്ങൾ അതിനുള്ളിലുണ്ട് എന്ന് നമ്മൾ ഇങ്ങനെയാണ് ഭാഗവതത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ കഥകളും